ஹலோ கேஸ், வெல்கம் டு தமிழ் பசங்க ரியாக்ஷன். ஸோ இன்றைக்கி நம்ம பார்த்தீங்கன்னா நம்ம கமெண்ட் செக்ஷனில் வந்து நாளாக கேட்டுக்கிறாங்க. ஒரு 10 கமெண்ட்லாம் அது ஒரு 7 to 8 கமெண்ட்ஸ் இந்த கமெண்ட் தான் இருக்கும். அதனால் வந்து நம்ம இந்த படம் வந்து இன்றைக்கி பார்க்க போகிறோம். ஸோ இன்றைக்கி நம்ம பார்க்க போகிற மூவி என்ன அப்படின்னு பார்த்தீங்கன்னா, இந்த ஆக்டரோட மூவி நம்ம ஆல்ரெடி பார்த்துருக்கோம். ராமலீலா. எஸ், ராமலீலா. அண்ட் ராமலீலால 2 countries. திலீப் பார்க்க போகிறோம். எஸ். ஸோ அவரோட ஃபேன்ஸ் வந்து நிறைய பேர் இந்த படத்தை கேட்டிருந்தாங்க. இது வந்து ஒரு ரீவாட்ச் வேல்யூ இருக்குது அண்ட் ஆல்சோ இது வந்து ஒரு ஆல் டைம் கிளாசிக் அப்படின்னு சொல்லியிருக்காங்க. ஸோ இன்றைக்கி நம்ம பார்க்க போகிற மூவி என்ன அப்படின்னு பார்த்தீங்கன்னா வெட்டம், which means லைட். ஸோ இது வெட்டம். இந்த படத்தோட டைரக்டர் யார் அப்படி பார்த்தீங்கன்னா கல்யாணி பிரியதர்ஷன் அவங்க அப்பா. பிரியதர்ஷன் இவரோட பொண்ணு தான் அவங்க. நம்மளுக்கு அவங்களும் தெரியும். படத்தோட டைரக்டர் அண்ட் இட்ஸ் ரிட்டன் பை உதய கிருஷ்ணா, சிபிகே தாமஸ். ஒரே பேர் ரெண்டு பேர் ஒரே பேர் தான். ஸோ இந்த படத்தோட காஸ்டிங் யார் அப்படின்னு பார்த்தீங்கன்னா நம்ம ஆல்ரெடி சொன்ன மாதிரி திலீப் அண்ட் பாவனா பனி. தண்ணி. ஓகே, அது பானி. அது ஓகே. ஸோ இந்த படத்தோட மெயினான கேஸ்டிங் இவங்க 2 பேர் தான் நினைக்கிறேன். ஸோ இந்த படத்தோட ஹாண்ட்ரே என்னடா ஸ்க்ரூ பால் காமெடி ஃபிலிம். என்னது ஸ்க்ரூ பால்னா என்னன்னு பாரு. அது புதுசாக சப்ஜினு ஆண்ட்ரே ஆஃப் ரொமான்டிக் காமெடியா. ஸோ பார்ப்போம் என்ன இருக்குது அப்படின்னு. எவ்வளோ கமெண்ட்ஸுக்கு ஒர்த்தா இந்த படம் அப்படின்னு நம்ம பார்க்கலாம். ஸோ வெட்டம் ரியாக்ஷன். மணிச்சித்திரத்தாழ் மாதிரி போகுது. என்னடா சிக்கன் சூப். சமையல்ரா பேரு. ഞാനും അതാ വിചാരിച്ചേ. നീയല്ലേ പറഞ്ഞേ ഇന്ന് നിന്റെ അച്ഛൻ നാട്ടിൽ നിന്ന് വരുന്നുണ്ടെന്ന്? 7 മണിക്ക് ഫെലിക്സിനെയും കൂട്ടി ചിറ്റപ്പന്റെ വീട്ടിൽ ചെല്ലാന്ന് പറഞ്ഞതാ ഞാൻ. ശവം ഞാൻ ഇന്നോടെ എടുത്ത് എറിയും. വെറുതെ വായിട്ടലച്ച് സമയം കളയാതെ വല്ലതും എടുത്തു പോവാൻ നോക്ക്. വീണ, പെരുമയെ പറ്റി ചൊല്ലല്ലേ. തായ് വഴി പിരിഞ്ഞാലും 10-14 ബ്രാഹ്മണ കുടുംബങ്ങൾക്ക് തായ് വേര് ഇപ്പോ നാന്താ. ഇതെല്ലാം മറന്നിട്ട് നീ വേറെ ജാതിക്കാരെ പയ്യനെ കല്യാണം പണിക്ക തീരുമാനിച്ചിട്ടാ. കല്യാണം ആക വേണ്ടിയ പൊണ്ണുകൾ കുടുംബത്തിലെ വേറെ എടുക്കാലിയാ. அவளோடெல்லாம் கல்யாணம் நடக்காம போயிடும். அந்த அளவுக்கு ஒன்றும் சொல்ல வேண்டாம். படிப்புல ரொம்ப மிடுக்கி நினைச்சுட்டு மட்ராஸ் கூப்பிட்டு வந்தேன். இந்த அளவுக்கு காட்டுவேல் தெரிஞ்சா அப்போதான் திருப்பி அனுப்பிச்சிருப்பேன். சொன்னதே சொல்லிட்டு இருந்தா என்ன பிரயோஜனம்? அண்ணனோட அபிப்பிராயம் என்னன்னு சொல்லலாமே. லட்சக்கணக்கான சொத்து இந்த பொண்ணு பேர்ல வச்சிருக்கோ இல்லையோ அது ஒன்னும் கொடுக்க மாட்டேன்னு சொல்லணும். ഒരു ചില്ലി കാശ് എനിക്ക് വേണ്ട. പിണ്ടം വെക്കോ ഭ്രഷ്ട് കൽപ്പിക്കോ എന്താച്ചാ ചെയ്തോളൂ. ഞാൻ പോവാ ഫെലിക്സിന്റെ കൂടെ. പപ്പയോട് ഫെലിക്സ് എന്താ പറഞ്ഞത്? നിന്റെ അച്ഛൻ തമിഴും മലയാളവും കൂട്ടിക്കലർത്തി പറഞ്ഞൊക്കെ ഞാൻ പപ്പയോട് പറഞ്ഞു. എന്നിട്ട് പപ്പ എന്നോട് വീട്ടിലേക്കൊന്ന് ചെല്ലാൻ പറഞ്ഞിരിക്കുക. ഞാനൊരു ലീവ് ലെറ്റർ തരാം, ഇത് ഓഫീസിൽ കൊടുത്തേക്ക്. എപ്പോഴാ പോവാ? നാളത്തെ ഫ്ലൈറ്റിന് നീ വരുന്നു? അയ്യോ ഞാനില്ലേ, എനിക്ക് പ്ലെയിനിൽ കയറാൻ പേടിയാ. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. പിന്നെ അപ്രന്റീഷിപ്പ് കഴിയാതെ ലീവ് എടുത്താ എന്റെ കണ്ടന്റ് കാതലി പടം மாதிரி എന്തായാലും ആ കാലണ ഇടണല്ലേ, അതും കൂടി പോയാ ഇനി വഴിയാ തരാം. എന്ത് വേണേലും പൊയ്ക്കോട്ടെ. ഫെലിക്സില്ലേ എന്റെ കൂടെ, അത് മതി. എന്തൊക്കെ കിനാവ് കണ്ടതാ. കല്യാണം, പിന്നെ നിന്റെ അപ്പന്റെ കയ്യിൽ നിന്ന് കുറെ കാശ്, അതുകൊണ്ടൊരു വീട്. ഒറ്റ നിമിഷം കൊണ്ടെല്ലാം പൊളിഞ്ഞു കിട്ടിയില്ലേ. വരുന്നിടത്ത് വെച്ച് കാണാം. എന്താ പത്രത്തിലെന്ന് വിശേഷം? എന്നുള്ളത് തന്നെ. അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറെ പേര് ചത്തു. വീണ, ഒരു ഗസ്റ്റ് ഉണ്ട്. അപ്പാ, മോളെ, ആരും അറിയാതെ വന്നതാ ഞാൻ. മോളെ അപ്പ വേണ്ടെന്ന് വെച്ചതല്ല. എനിക്കാകെ ഉള്ളത് നീയാ. കുടുംബത്തിന്റെ നാഥനായിരിക്കുമ്പോ അവർക്കും ദ്രോഹം ചെയ്യാൻ വയ്യല്ലോ. എനിക്കറിയില്ല എന്റെ അപ്പാവെ. ഒന്ന് അനുഗ്രഹിച്ചാൽ മാത്രം മതി. എന്താ ഇത വെച്ചോ. 30 ലക്ഷം രൂപയുടെ ഡ്രാഫ്റ്റ് ആണ് ഇതിനുള്ളിൽ. മോൾക്കൊരു ചെറിയ വീട് വാങ്ങണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതിനാ. നിനക്ക് നല്ലതേ വരൂ. വീണ വരുന്നോ? എവിടെ? സ്പെയിനിലെ രാജകുമാരിയുടെ ആഭരണങ്ങൾ എക്സിബിഷന് വെച്ചിരിക്കുന്നു. ഏഷ്യയിൽ ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഭയങ്കര സെക്യൂരിറ്റിയാ. പിന്നെ സ്പെയിനിലെ രാജകുമാരിയുടെ ആഭരണങ്ങൾ കണ്ടിട്ട് നമുക്ക് എന്ത് കിട്ടാനാ ടീച്ചറെ? ഞാൻ കിച്ചൺ,
പൂജാമുറി എനിക്കിത്രയും മതി. ഇത് ഞാൻ കണ്ട വീട് പോലെ തന്നെ നിന്റെ ബഡ്ജറ്റിന് ഓക്കെ. നാളെ തന്നെ നമുക്കത് ഉറപ്പിച്ചേക്കാം. ഓക്കെ ഓ ഓക്കെ ബൈ. പിന്നെ കാണേ. മേ കം ഇൻ സർ? യെസ്. ഫെലിക്സ് ജോലി റിസൈൻ ചെയ്യുന്ന കാര്യം വീണയോട് നേരത്തെ പറഞ്ഞിരുന്നോ? ഇല്ല. പിന്നെന്താ പെട്ടെന്ന് ഇങ്ങനെ റിസൈൻ ചെയ്തുകൊണ്ടുള്ള ഫെലിക്സിന്റെ ഫാക്സ് ആയത്? എവിടുന്നാ? ബാംഗ്ലൂരിലൊരു ഹോട്ടലിൽ നിന്നാണ് ഫാക്സ് ചെയ്തിരിക്കുന്നത്. ഇല്ല ടീച്ചറെ, അച്ഛനെയും കുടുംബമൊക്കെ ഫെലിക്സിന് വേണ്ടിയാ ഞാൻ വേണ്ടാന്ന് വെച്ചത്. എന്നിട്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇനി ഞാൻ നിന്നോടൊരു സത്യം പറയട്ടെ. അയാളെ കുറിച്ച് ഞാൻ അന്വേഷിച്ച് പറഞ്ഞത് അയാൾ അവിടെ 2 ദിവസം കൂടെ ഉണ്ടാവുന്ന. അയാൾ അവിടുന്ന് പോയ പിന്നെ ഒരു അഡ്രസ്സും കിട്ടില്ല. എന്തോ എനിക്ക് ആകെ ഒരു പന്തികേട് തോന്നുന്നു. നീ വേഗം ചെന്ന് അയാളെ കണ്ട് കാര്യം പറഞ്ഞില്ലെങ്കിൽ സംഗതി വഷളാവും. ഞാനിപ്പോ എങ്ങനെയാ? ഫ്ലൈറ്റിൽ കയറാൻ പേടിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത ഫ്ലൈറ്റിന് പൊയ്ക്കോണം. അല്ലാതെ ട്രെയിനിൽ കയറി അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ആളങ്ങ് പോവും. ஓ அப்போ இங்கேருந்து பெங்களூர் கூட்டின்னு போது தான் கதை கொள்ளுது. Excuse me? ഗോ ദാറ്റ് സൈഡ്. അത് ശരി, ഇവളുടെ കുന്ത്രാട്ടം. യു സ്റ്റുപ്പിഡ് ഇഡിയറ്റ് ഫൂൾ. അപ്പൊ കേരളത്തിൽ നിന്ന് കുറ്റം പറിച്ചിറങ്ങിയതാണല്ലേ? നടക്കുന്ന വഴി കൂടെ വണ്ടി ഉരുട്ടി കളിക്കുന്നത് വായി നോക്കി. കണ്ണ് കണ്ടുകൂടാ തനിക്ക്? ഇത് പബ്ലിക് പ്ലേസാ. തലേ നോക്കി നടക്കണം. പൊട്ടക്കണ്ണൻ. എന്താ എന്താ വിളിച്ചേ? പൊട്ടക്കണ്ണൻ. ഒന്നുകൂടി വിളിക്കടി. പൊട്ടക്കണ്ണൻ. ഇനി വിളിക്കടി. പൊട്ടക്കണ്ണൻ. സാമ്പിളടി. അയ്യോ എന്നെ മെഷീൻ കൊണ്ടോണേ. പൊട്ടക്കണ്ണൻ. പൊട്ടക്കണ്ണൻ. അടി അടി അടി. അങ്ങോട്ട് മാറ്, അങ്ങോട്ട് ഇങ്ങോട്ട്. Would you like to have some chocolates? Thank you. You, ma'am? നോട്ടി. മൂക്കിൽ പഞ്ഞി. താങ്ക് യു. ഗംഗാജല അത്. പൈലറ്റിന്റെ കയ്യിൽ നിന്ന് പോയി ആകാശത്ത് വെച്ചത് പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണ എന്നെ രക്ഷിക്കണേ. സ്നാനം സ്നാനം. സ്നാനം സ്നാനം. താങ്ക് യു. பைலட்டா? ഹലോ സാർ, അയ്യോ നീ എന്നടാ ഇങ്ങ പண்ற? അപ്പം ഞാനൊരു കല്യാണത്തിന് പോകണം സാർ. എന്താ കല്യാണം? അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ. യാർ ഫ്രണ്ട്? അത് പിന്നെ സാറേ എനിക്ക് 10-20 ഫ്രണ്ട്സ്. അതിലേതെങ്കിലും ഫ്രണ്ട് സാർ അറിയോ? നോട്ടി പേരെന്നാ? ഫ്രണ്ട്. അല്ല ഈ വെള്ളച്ചാമി. എന്താ വിളിച്ചാമി? ആള് കറുപ്പാ, പക്ഷെ പേര് വെള്ളച്ചാമി. എന്താ അങ്ങനെ? ഇതാണ് സാർ, നിങ്ങൾ ഈ പോലീസുകാർക്ക് ആരും നന്നായാലും പിടിക്കില്ല. എല്ലാവരും സംശയ. ശരി ശരി ഓക്കെ. പോകുമ്പോൾ എന്നെ നീ பார்க்கணும். சப்டைட்டில் வெள்ளச்சாமினா விஏ தான் வளச்சாமி. இவ்வளோ பேர் இருக்கிறாங்க. അതും ലേറ്റ് ആയോ? ഇതൊക്കെ എന്താ റോട്ടിൽ കൂടെ പോണേ? ஒரு பேர்லாம் சொல்லியடா. தண்ணி ஊத்துற என்னடா ஆச்சு? ஸ்மக்லர் அவரு. എന്താ സാർ? ഇറങ്ങുമ്പോൾ വന്ന് பார்க்கணும்னு சொன்னல. അത് ഞാൻ ആദ്യം ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ സാർ പിന്നെ उस बैग में क्या क्या देखो? ഒന്നുമില്ല സാർ. उसका भी तलाशी लो. സൂക്ഷിച്ചൊക്കെ ചെയ്യണേ, ലിക്കിളിയാവേ. ഇല്ലല്ല ഈ താഴെ കണ്ട. ഓക്കെ ഗിവ് ഇറ്റ് ഹിം. പോ. താങ്ക് യു സാർ. എന്തിനാ പോലീസ് പിടിച്ചേ? പിന്നെ കള്ളന്മാർ ആദ്യമായിട്ട് അയ്യോ, അപ്പൊ അവരെ മാല പിടിച്ചോ? പതുക്കെ പറ. അപ്പൊ നമ്മള് കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയില്ല. ഒന്നും വെറുതെ ആയിട്ടില്ല. ഏത് പെണ്ണ്? നിന്റെ അടുത്തൊരു പെണ്ണിന്റെ പുറകെ പറഞ്ഞാൽ പറഞ്ഞില്ല. അയ്യേ, ആ ഉള്ളി തോല. അതിന്റെ പുറകെ അച്ഛമ്മൂ. ഞാൻ കുറച്ചേരം പോയിട്ട് ഞാൻ തിരിച്ചു വന്നു. വാട്ടിമ തുണിയിട്ട സാധനം. എടാ, പോലീസുകാരെ പേടിച്ചിട്ട് ഞാൻ ആ മാല പെണ്ണിന്റെ ബാഗിലായിട്ടിരിക്കുന്നു. അയ്യോ, അവളൊരു ടാക്സി പിടിച്ചു പോയി. ടാക്സി വിളിച്ചു പോയാ? എയർപോർട്ട് ടാക്സി ആണോ? എന്നാ നമുക്ക് അക്കൗണ്ടിൽ പോയി ചോദിക്കാം. അവളെ കോത്താഴത്തേക്ക് പോയെന്ന്. അവളെ കിട്ടിയില്ല. ഞാൻ 227 ഫെലിക്സിനെ കാണാൻ വന്നതാ. എനിക്കിപ്പോ കണ്ടേ പറ്റൂ.
അയാളവിടെ ഉണ്ടാവും, കുളിക്കുകയോ മറ്റോ ആവും. ഇപ്പൊ കാണാൻ പറ്റില്ല. കുട്ടി വെയിറ്റ് ചെയ്യൂ, DNT മാറി കഴിയുമ്പോൾ അറിയിക്കാം. ഇത് എവിടുത്തെ ഏർപ്പാടാ? ഇവിടുത്തെ ഏർപ്പാട് ഇങ്ങനെ ഐഫോൺ യൂസർ വെച്ചിട്ട് കാര്യമില്ല. ഐഫോൺ യൂസർ മലയാളിയാണല്ലേ? എക്സ്ക്യൂസ് മീ. യെസ്. ഞാൻ ഇപ്പൊ വരാം. ഈ ബാഗ് ഒന്ന് നോക്കിക്കോളൂ. നോ പ്രോബ്ലം. വേണമെങ്കിൽ ആ ബാഗ് കൂടെ ഇവിടെ വെച്ചോളൂ, ഞാൻ നോക്കിക്കോളാം. ഐ ഡോണ്ട് മൈൻഡ്. താങ്ക് യു. ഒന്നുമില്ല. എന്റെ ബാഗ് പോയി. ദൈവമേ, ഞാൻ ഇവിടെ വെച്ചിരുന്ന എന്റെ ബാഗ് ഒന്നും കാണാനില്ല. അയ്യോ, എന്താ പ്രശ്നം? എന്റെ ബാഗ് പോയി. അയ്യോ, ബാഗ് പോയാ? നീ എവിടെയാണ് ബാഗ് വെച്ചത്? എന്റെ ബാഗ് പോയ തനിക്ക് എന്താണോ? അത് നിന്റെ ബാഗ് ആയാലും അത് എന്റെ ബാഗ് പോലെയല്ലേ? എന്റെ ബാഗ് ആയാലും നിന്റെ ബാഗായാലും ബാഗല്ലേ? ഇയാളെ തനിക്കറിയോ? എനിക്ക് ഇയാളെ ഒരു പരിചയമില്ല. അവിടുത്തെ എയർപോർട്ട് തൊട്ടേ എന്റെ പിന്നാലുണ്ട്. ഇയാളായിരിക്കും ബാഗ് എടുത്തത്. അനാവശ്യം പറഞ്ഞിട്ടല്ല. പിന്നെന്തിനാ തനിക്കോട്ട് വന്നേ? ഒരാളെ കാണാൻ. ആരെ? എന്റെ ക്ലോസ് ഫ്രണ്ട്. ഏത് ഫ്രണ്ട്? അശോക്. അശോക് ചക്രവർത്തി. അതൊരു രാജാവാണല്ലോ. ആ രാജാവല്ല, ഇത് ബംഗാളി ചക്രവർത്തി. എന്താ ബിസിനസ്? വാറിന്റെ. വാറോ? കുവൈറ്റ് വാറോ ഇറാഖ് വാറോ? ആ വാറല്ലേ ഈ വാർ. ഇത് ഈ ചെരുപ്പിന്റെ ബാഗിന്റെ ഒക്കെ വള്ളിയില്ലേ? വാർ. അല്ല, അയാൾക്ക് എന്താ ബിസിനസ് ആയാലും തനിക്കെന്താ? തന്റെ ബിസിനസ് നോക്കിയാ പോരെ? പോലീസ്. എന്താ കുട്ടി, ഒരു കംപ്ലൈന്റ് എഴുതി കൊടു, ഞാൻ അന്വേഷിക്കാം. വിളിച്ചോളൂ സാർ. വാ. தமிழ் சினிமா எல்லாரும் ரெண்டு கொடுத்தாலும் அவன் சத்தியம் പറയും. தேவையில்லை. அவன் இப்போ என்ன நினச்சிருக்கான்னா, ஒரு பேக் கேஸுக்காக விசாரிக்கிறேன்னு. உனக்கு தெரியாது, என் மகனோட உயிரை காப்பாற்றின தெய்வம் தான். ஒளிஞ்சு விளையாடும் போது அவன் சேஃபுக்குள்ளே ஏறி உட்காந்துட்டான். சேஃப் லாக் ஆயிடுச்சு. என் குழந்தை அதுக்குள்ளே மூச்சு விட முடியாமல் செத்து போயிருப்பான். இவன் தான் அதை ஓப்பன் பண்ணி கொடுத்தான். அது இங்கிலாண்டில் பண்ண லாக்மேன் கம்பெனியோட சேஃப். அதை செஞ்சவங்களால மட்டும்தான் ஓப்பன் பண்ண முடியும்னு சொல்கிறாங்க. அந்த மாதிரி லாக்கரில் தான் எக்ஸிபிஷன் ஹாலில் திருட்டு போன இளவரசியோட நகைகளை வச்சிருந்தாங்க. அதனால தான் இவன் மேல எனக்கு சந்தேகம். அது மட்டும் இல்ல, இந்த செயின் தொலைஞ்சு போனது போலீஸ்க்கு மட்டும்தான் தெரியும். 20 நாளுக்குள்ள இந்த நகைகளை ஸ்பெயினுக்கு திருப்பி அனுப்பணும். அதுக்குள்ள இந்த செயினை கண்டுபிடிக்கணும். திருடங்கிட்ட இருந்து விலை கொடுத்து வாங்கணும்னா அதுக்கும் கவர்மெண்ட் ரெடியா இருக்கு. இது போலீஸோட மான பிரச்சனை. പുതിയ മോഡൽ ബെൻസിന്റെ സ്റ്റിയറിംഗോ? വണ്ടി എവിടെ ഒന്ന് കാണിച്ചു തന്നാ മതി, സാധനം നാളെ കൊണ്ട് തരാം. എന്താ ഈ പെണ്ണിന്റെ കട്ടടുത്ത സാധനങ്ങൾ എവിടെടാ? എന്ത് സാധനം? ഏത് സാധനം? നിനക്ക് അറിയില്ലല്ലേ? ഞാൻ തരാം. ഈ സർക്കസ് കളിക്കണ്ടെങ്കിൽ എടുക്കടാ. ബാഗിലെല്ലാം സാധനങ്ങൾ ഉണ്ടോന്ന് ഞാൻ നോക്കട്ടെ. തനിക്ക് എങ്ങനെ അറിയാം എന്റെ സാധനങ്ങള്? ഞാൻ നോക്കാം. ഒരു ബാഗിൽ എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഇതിൽ വെച്ചിരുന്ന കാശുമാലൊന്നും കാണാനില്ല. അയ്യോ, ഞാൻ നോക്കാം. എവിടെ അതെല്ലാം? ഞാനത് വിറ്റു, കുറച്ച് കാണാൻ കൊടുത്ത്. ഇതിനകത്ത് വേറെ വല്ല കിട്ടിയോടാ? എനിക്കൊന്നും കിട്ടിയില്ല. കിട്ടിയില്ലേ? നിന്നെ ഞാൻ ഇപ്പൊ കയ്യിലുള്ള കാശും വളയെ മാല മാത്രമേ പറ്റുള്ളൂ. കുറച്ചു നേരം ഇവിടെ നിന്നാ മറ്റു പലതും പോവും. ഇത് കള്ളന്മാരുടെ സ്ഥല. വേഗം സ്ഥലം വിടാൻ നോക്ക. ഞാൻ പോവില്ല. പോവില്ല? ഇറങ്ങണേ വെളിയിൽ. എന്റെ മോള് മേഘമാല ഇന്ന് രാവിലെ മുതൽ കാണാനില്ല. എന്റെ വീടിന് ചുറ്റും ആ കരിക്കട്ട പലവട്ട കറങ്ങിടക്കണേ കണ്ട്. എനിക്കറിയാം അവൾ അവന്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന്. അവനോട് പറഞ്ഞേക്ക്, അവനെ എന്റെ കയ്യിൽ കിട്ടിയ പെട്രോൾ ഒഴിച്ച് കത്തിച്ച ചാരോടുത്തിയ പല്ല് കഴിച്ചളെ. ഈ കുറുപ്പേ മഹാ തൊട്ടിയ വാടാ. சரிங்க. ഷൂട്ടിങ്ങാ? നീ ഇന്ന് മുറിവോട്ടി ആത്തിരിക്കുന്നത്? എടാ ഇവിടെ അച്ഛമ്മന്തി കത്തിയും കോടാലിയാക്കിയിട്ട് ഒന്ന് കയറില്ല പോലെ അലറിട്ട് പോയി. അയ്യോ അയ്യോ എന്താടാ? അയ്യോ, മാല പോയി. இங்கதான் வந்து இதை முன்னாடியே செக் ஃபர்ஸ்ட் அதுக்குள்ள இருந்துதானே நிக்கிறது. அதுக்குள்ள பாட்டு பாடுறான். ഒഴിക്കടാ അവന്റെ കണ്ടില്ലേ? ഇവൻ വാങ്ങി വെച്ചത് പോലെ അത് വേറെ നമ്മളൊക്കെ ഒരേ വർഗ്ഗക്കാരല്ലേ, ഒന്ന് വിശ്വസിക്കണേ. എല്ലാം ഒരേ തിരുട അഡ്രസ് എന്നാ പിന്നെ മാല അവളുടെ അടുത്തുണ്ടാവും. അടപ്പ് തുറന്നത് ബാഗിനകത്ത് തന്നെ വീണ് കാണും. അതുക്കുള്ള വെച്ചത് ഞാൻ അവളിട്ട് വഴക്കിടുകയും ചെയ്തു. എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങൾ ചോദിക്കണത് എനിക്കൊന്നും മനസ്സിലാവില്ല. ദൈവമേ, ഏത് നേരത്താണോ എനിക്ക് ആ പെട്ടി ബാഗ് അടിച്ചു മാറ്റാൻ തോന്നിയത്? അവൻ എന്തിനാണ് നിന്നടിച്ചത്? ആ
ബാഗിനകത്ത് ഒരു പ്രതിമ ഉണ്ടായിരുന്നു. അതിൽ ഒരു മാല കിട്ടിയോന്ന് അവന്മാരെന്നോട് ചോദിച്ചു. மாட்டினாரா മാല കിട്ടിയില്ല, അതിനെ കുറിച്ച് അറിയാനും മേലാന്ന് പറഞ്ഞു. അതിന് അവന്മാരെന്നെ എടുത്തിടിച്ചത്. இது தமிழ் தானே பேசுறது, இவரே பேசிடல மேடம். എന്റെ അമ്മേ, ആ പെണ്ണെന്താ പല പ്രാന്താശുപത്രിയിൽ നിന്ന് ഇറങ്ങി ഓടി വന്നാണ്. എന്താ എന്ത് പറ്റി? ഇവിടെ കിടന്ന് കരഞ്ഞ് നിലവിളിച്ച് ബോധം കെട്ട് വീണ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നറിയാം. എന്നിട്ട് എവിടെ? വിധത്തിൽ പറഞ്ഞു വിട്ടു. എങ്ങോട്ട്? മെഡിഗിരിക്ക്. പ്രീഡിയിരിക്കോ? കോളേജിലോ? എന്റെ ഇടവും മൈസൂർ അടുത്തുള്ള മെഡിഗിരിക്ക്. എങ്ങനെ പോയത്? ഇവിടുന്ന് ഒരു കാർ കയറ്റി ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു. 5:30 വണ്ടിക്ക് പൊക്കോളാൻ പറഞ്ഞു. ഈശ്വര, സമയം 5 മണി. നീ വാടാ, അവളിപ്പോ പോവും. கலாபம் ஃபுல்லாக இருப்பாராடா வெள்ளச்ச மீனா. சரியான ஆக்டர்ல. ஆனால் எனக்கு தெரிஞ்ச ஒரு இதில் வந்து அந்த இது அது விக்ரம் படம் ஒன்று இருக்குமே, ஜெமினி. அந்த பயங்கரமாக நடிச்சிருப்பாரு அவரு. என்னப்பா தம்பி போவோமா? ஃப்ரெண்டு கல்யாணம் தான் போறியா? மாலைடு. ஜஸ்ட் மிஸ். டைமிங் தான் இல்லை, கொஞ்சம் விட்டாலும் போயிடும். ടിക്കറ്റ് ഇല്ല. അതെന്താ? എൻ്റെ കയ്യിൽ കാശില്ല. പിന്നെ എന്തിനകത്ത് വലിഞ്ഞു കയറിയത്? ഇയാളുടെ കുടുംബ പേര് ഇന്ത്യൻ റെയിൽവേ എന്നാണോ? ഭയങ്കര കോമഡി സാറേ, ഭയങ്കര കോമഡിയാണ്. ഇതുമാതിരി ഓരോന്ന് ദിവസം വലിഞ്ഞു കയറി. എവിടേക്കാ കുട്ടി? മെഡിഗിരിക്ക്. മെഡിഗിരിയോ? ഇത് ആരുടെ ഹല്ലി ഇറങ്ങി ബസ് പിടിച്ച് പോകണം. ടിക്കറ്റും ഫൈനും ചേർത്ത് 1450 രൂപ 50 പൈസ. കാശ് ഉണ്ടെങ്കിൽ ടിക്കറ്റ് തരാം, അല്ലെങ്കിൽ ഞാൻ ഇപ്പം ഇറക്കി വിടും. ഞാൻ ഇറങ്ങില്ല, എനിക്ക് പോയേ തീരൂ. ഇതുപോലുള്ള ആളുകളാ സാറേ തീവണ്ടിക്ക് കള്ളവണ്ടി എന്നുള്ള ചിത്തപ്പേരുണ്ടാക്കുന്നത്. കേൾക്കുന്നവരെന്താ വിചാരിക്കും? സാറിനെ പോലുള്ള ആളുകൾ ഇതിനകത്ത് പണിയെടുക്കുന്നുണ്ടാണെന്നല്ലേ? പിന്നെ പോലീസ് വിളിക്കും സാറേ. അത് ഞാൻ ചെയ്തിരിക്കും. സാറിന്റെ ടിക്കറ്റ്? അയ്യോ, എന്റെ ടിക്കറ്റ് ഇല്ല. ആറ് തടവോ? നമ്മൾ തമ്മിലാണോ പോലീസ് തടവുന്നു? അയ്യോ, അത് വേണ്ട. 2 ടിക്കറ്റ് എടുത്തോ. രണ്ടാൾ. ഒന്ന് എനിക്കും പിന്നെ ഒന്ന് തീപ്പിട്ടി കൊള്ളിക്കും. ഇളരാതെ ഇതെന്റെ വകയിലുള്ള കിന്നാരി ചോക്കിന്റെ ടിക്കറ്റ് എടുത്തോ. എങ്ങോട്ടാ? ആ, അവര് പറഞ്ഞില്ല അത്. ആരാണ് ഹല്ലി? ആ, അതെന്നെ എന്തൊട്ട് തുറച്ച് ചോദിക്കാൻ. ഒരാൾക്ക് ടിക്കറ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ട് റോഡിലേക്ക് കൂടെ പോലീസ് വിളിക്കുന്ന പറഞ്ഞാൽ ശരിയല്ലട്ടോ സാർ. എന്നാ കാശ് எங்கேயோ பார்த்த மாதிரி இருக்குது. எல்லாத்துக்கும் கணக்கு வச்சுக்கோங்க. அப்புறம் ആരെയാണാവോ കണിയുണ്ട്? 1450 രൂപ 50 പൈസ ഉണ്ടാക്കണമെങ്കിൽ എന്തോരം കഷ്ടപ്പെടണം. 1450 രൂപ 50 പൈസ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം. 1450 രൂപ 50 പൈസ ഉണ്ടെങ്കിൽ എന്തോരം ഏത്തപ്പഴം വാങ്ങിച്ച് പുഴുങ്ങി തിന്നാം. എന്താട്ടാ? ആ, ഇത്രയും വലിയൊരു തുക മുടക്കാൻ ഈ കുട്ടി എന്റെ ബന്ധുവാണ്. അല്ല, അറിയേണ്ട കാര്യം ഉണ്ടായിട്ട് ചോദിക്കല്ല, കാശ് മുടക്കി തന്നെ അയക്കുന്നോണ്ട് ചോദിക്കുക. എന്തിനാ മെഡിഗിരിക്ക് കുറ്റിയും പറിച്ച് പോണേ? ആ யாரா இவரு எதுக்கு காட்டுனாங்க? എനിക്ക് വയ്യ. കണ്ണിക്കണ്ട പോലീസുകാരോട് മുഴുവൻ എന്ത് വേണേലും പറയാം. 1450 രൂപ 50 പൈസ മുടക്കിയ എന്നോട് പറയാൻ പാടില്ല. നിർത്തോ, നേരെ തന്നെ തൊള്ളണോ? ഞാൻ എന്തോ അനുമാൻ സമയം എഴുതിട്ട് പോടോ. നിമിതേച്ചാ டக்குன்னு பார்த்துச்சுல.
അമ്മൂമ്മയും കൊച്ചുമോനും കൊണ്ട് ഉമ്മം വെച്ച് കളിക്കേ ഭഗവാനെ. ஹிருதயமில் வர மாதிரி இல்லை ஸ்டேஷனு. ஹிருதயமில் அவங்க அப்பா ஏற்றி விடுவோம். ஆசிஃப் அலி உட்காந்து போகிறது ஏன்டா லெவல் ராஜ். പ്ലാറ്റ്ഫോം കൂടെ ഇല്ല. ട്രെയിൻ പോയി. ആണോ? അത് പോയിക്കൊണ്ടിരിക്കണോ? ഞാൻ അറിഞ്ഞില്ല. താൻ എന്തിനാ ഇപ്പൊ ഇവിടെ ഇറങ്ങിയേ? വെള്ളം അടിക്കാനോ? ഇത്ര രാവിലെ കുടിക്കാൻ വെള്ളം എടുക്കാൻ. തനിക്ക് കൊട്ട വെട്ടിക്കാൻ ട്രെയിനകത്ത് വെച്ചിട്ട് ഇറങ്ങരുതില്ലേ? എടുത്തോണ്ട് പോയാല് പിന്നെ വല്ലവർക്കും ഇത് തന്നെയല്ലേ ജോലി? ഈശ്വരാ, എനിക്ക് നേരത്തെ തോന്നിയത്. ഇയാളോട് ആരാ ഇവിടെ ചാടി ഇറങ്ങാൻ പറഞ്ഞേ? നന്ദി വേണം പെൺകുട്ടി, നന്ദി വേണം. ഒറ്റയ്ക്ക് ഒരു അറിയപ്പെടാത്ത സ്ഥലത്ത് പെട്ടുപോകേണ്ടത് സകൻ ഇറങ്ങിയാൽ ചെരുപ്പൂരി അടിക്കണം. എനിക്ക് രണ്ടിന്റെ കുറവുണ്ട്. സാറി. കുറെ ഇംഗ്ലീഷ് വാക്കുകൾ എടുത്ത് അണ്ണാക്കിൽ വെച്ചിട്ട് തോന്നുമ്പോ എടുത്ത് തുപ്പ്. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. സാറേ ഇനി എപ്പോഴാ അടുത്ത ട്രെയിന്? ഉടനെ ഉണ്ട്. വളണ്ടിപ്പോലേക്ക് ചാണകം കൊണ്ടുപോകുന്ന ട്രെയിനാ. അയ്യേ. അപ്പോഴേ സാറേ ഈ ആലനഹള്ളിക്ക് അടുത്തുകൊണ്ട് എപ്പോഴാ? ഓ, അതിന് വ്യാഴാഴ്ചയുള്ളൂ. അപ്പൊ അതുവരെ എന്ത് ചെയ്യും? തന്നെ എനിക്കറിയാമല്ലോ. താൻ ഹംസയല്ലേ? ഞാൻ ഹംസോ അല്ല താറാവോ അല്ല. വ്യാഴാഴ്ച വരെ നമ്മളിപ്പോ എന്താ ചെയ്യാ? വ്യാഴാഴ്ച വരെ അല്ലേ? അത് നമുക്കൊരു കാര്യം ചെയ്യാം. ഇങ്ങനെ തൊങ്ങി കളിക്കാം. കളിക്കണോ? കൂടറോ. താൻ പുരുഷനല്ലേ? എന്താ തിരക്ക്? ഞാൻ പെണ്ണാണെന്ന് സംശയം ഉണ്ടോ? വാൽപറമ്പ് പുരുഷനല്ലേ? ഞാൻ വാലും തലൊന്നും ഇല്ലാത്തവരാ. താനിന്ന് പോയേ. എനിക്ക് വിശക്കുന്നു. ഇവിടെ എന്താ തിന്നാൻ കിട്ടുക? ആ ചാണകവണ്ടി പോരും. ഞാൻ കുറെ കോരിത്തരാം. മതിയാ? അത് താൻ തന്നാ മതി. ചേട്ടാ ഈ ചെറുപഴം എന്താവല്ല? ചമ്മന്തി വെച്ച് ആരെങ്കിലും കൈ ഒഴുകൊടു. കുറച്ച് ചൂടോളം തന്നെ. തനിക്കൊരു ജെറ്റ് ഇട്ടുടോ. ചൂടുവെള്ളത്തിന് വരെ തിളച്ചുകൊള്ളാണോ തരുന്നത്? ചേട്ടാ കരിക്കൊഴിച്ച വെറുതെ തൂക്കിട്ടേക്കല്ല കരിക്കൊഴിക്ക്. ഞാനിവിടെ താമസിക്കാൻ വന്നൊന്നല്ല. പിന്നെ നിന്റെ അമ്മായി അമ്മയ്ക്ക് നായരെ തപ്പി ഇറങ്ങിയാണോ നീ? ഇനി എന്നെ തല്ലരുത്. നീ എന്തിനാ? எதுரா ஃபைட்டு? தெரியல, ஏதோ சம்திங் ஃப்ளாஷ்பேக் இருக்குன்னு. இந்த ஊருக்கு ஆல்ரெடி வந்து ஏதோ போச்சா கடை? யார் அட்டியாத்துங்கிறான் அவன்? നശിപ്പിച്ചിട്ട് പിന്നെയും കയറി വന്നിരിക്കുന്നു. ഇയാടെ പേര് ഗോപിന്നാ? എന്താ പേര്? നല്ല ചീത്ത പേരാ. അതിപ്പോ മനസ്സിലായി. തല്ലരുന്ന് ഞാൻ പലവട്ടം പറഞ്ഞ കേട്ടില്ല. ഇവിടെ തങ്ങാൻ വന്നൊന്നുമല്ല. പോവാ ഞാൻ. വന്ന് പെട്ടുപോയതാ ഇവിടെ. അപ്പോ നീ ഇന്ദുവിന്റെ കല്യാണത്തിന് വന്നല്ലേ? പഠിപ്പിച്ച ഞങ്ങളാണോ? ഇവിടെ വരെ വന്നിട്ട് കല്യാണം കൂടാതെ പോവാണെങ്കിൽ നീ പൊയ്ക്കോ. റാണ്ടമ്മ ഒരു എത്ര ഇറങ്ങുறாங்க. അത് സ്വന്തം ഊരാകും. എന്തായാലും ഇനി വ്യാഴാഴ്ച അടുത്ത ട്രെയിനുള്ളൂ. ആ റെയിൽവേ സ്റ്റേഷനിൽ കിടത്ത് കൊതുകടി മുട്ടടി ഒന്നും കൊള്ളണ്ട. കള്ളിയാങ്കാട്ട് നീലി ചോര ഓടിക്കാൻ വിളിക്കണേ. അറിയണം இந்த அக்கௌண்ட் வச்சு ஒரு கமெண்ட் வரும்டா. கலையங்கட் நீலி யாருன்னு தெரியல. ഇനി നിന്റെ ചെറിയേട്ടൻ കല്യാണത്തിന് കൂടിയില്ലെന്ന് പറഞ്ഞ് കണ്ണിറക്കണ്ട. ഇത്തിരി പൊക്കം വണ്ണം കൂടിയെന്നുള്ളൂ. ഇവളിപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. എന്നാലും
ചെറിയേട്ടൻ ഇപ്പോഴെങ്കിലും ഒന്ന് വന്നല്ലോ. മെയ്യഴകണா നെച്ചിനെ നാളെ അതേ റെഡ് കളർ ഷർട്ട്. അല്ലടി ആരേത്? വഴി കിടന്ന് കിട്ടിയതാ. വഴി? നമ്മൾ പണ്ട് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോ വഴി കിടന്ന് കണ്ണാടി തുണ്ട്, ചിപ്പി, ബട്ടൺസ് അതുപോലെയുള്ള കുന്ത്രാടകളൊക്കെ ഇട്ട് വരുന്നില്ലേ? അതൊക്കെ എടുത്ത് നമ്മൾ കീശയിലിടുമായിരുന്നു. അതുപോലെ വഴിയിൽ നിന്ന് ഒരു കുന്ത്രാണ്ടത്. ഓ, ഈ ബാഗും താനോട് ഒരുമിച്ചാണ് തന്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നത്. തന്റെ തലയിലൊന്നും അല്ലല്ലോ ഇരിക്കുന്നേ, എന്റെ കയ്യിലല്ലേ. കള്ളന്മാരൊക്കെ നിറയുള്ള കല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നേക്കും. ഓ, പിന്നെ അതിനകത്ത് ഇരിക്കുകയല്ലേ. ഞാൻ അലമാര വെച്ച് പൂട്ടിയേക്കാം. அதுல எல்லாம் நடா பண்ணுவாரு. ഞാനും വന്നോട്ടെ. சோபனா இருப்பாங்களோ ഫോട്ടോ എടുക്കുന്നു. ഇയാളെന്തിനാ ഈ മുറി കുത്തി തുറക്കുന്നേ? ഇതെന്റെ മുറിയാ, കണ്ടു പൂട്ടിട്ട് പോയതാ. ഇതാരുടെ ഇതൊക്കെ? ഇയാള് വല്ലയിടത്തുനിന്നും കട്ടോണ്ട് വന്നതോ മറ്റാണോ? അല്ല, ഇതൊക്കെ എന്റെ തന്നെയാ. ഇംപ്രസ് பண்ணாரு മിസ്റ്റർ ബ്രോ. നിന്നെ അച്ഛൻ വിളിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ പറയണ്ടെന്ന്. അറിഞ്ഞു. നീ അല്ലാതെ വേറെ ആരാ ഇതിവിടെ വായിക്കുക? മാപ്പ് തരണം ഈ മഹാഭാവിക്ക്. എന്താ അച്ഛാ? പാടാനോ? ആര്? നീ ഒന്ന് പാടുവോന്ന്? അമ്മ നിന്നെ പഠിപ്പിച്ച എന്തെങ്കിലും ഒന്ന് പാടാൻ. ഒക്കെ മറന്നുപോയി അച്ഛാ, മനസ്സിൽ നിന്ന് നല്ലതൊക്കെ എവിടെയൊക്കെ പോയി. ഒരു വരിയെങ്കിലും ഒന്ന് മൂളിക്കൂടെ നിനക്ക്? പാവത്തിന്റെ ഒരു ആഗ്രഹമല്ലേ? കുട്ടി ഒന്ന് ഓർത്തു നോക്കിയേ. ആ തോപ്പ് കണ്ടോ? ആ തോപ്പ് മുതൽ ഇവിടെ വരെ ഞങ്ങളുടേതായിരുന്നു. ഇപ്പൊ അതെല്ലാം ഇവിടെയുള്ള ഒരു വല്യത്താന്റെ കയ്യിലാ. എല്ലാം തൊലച്ചു. ആര്? ഞാൻ തന്നെ. മിടുക്കൻ. എങ്ങനെ ഒപ്പിച്ചു? കളിച്ചു കളഞ്ഞതാ. എന്ത് കളിച്ച്? ചൂത് കളിച്ച്. കാശിന് വേണ്ടിയിട്ട് ഇതിന്റെയൊക്കെ ആധാരം വീട്ടിൽ നിന്ന് കട്ടെടുത്ത് വല്യത്താന്റെ അടുത്തോണ്ട് പണം വെച്ചു. അത് പോയി. വേണ്ടാത്ത പണിയായി പോയി. പിന്നെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 20 വയസ്സ് വരെ എനിക്ക് കഷ്ടപ്പാടും ചീത്ത സമയമാണെന്ന്. പിന്നെയോ? പിന്നെ അത് ശീലായിക്കളും കുഴപ്പമില്ലെന്ന് ജോലിച്ച് പറഞ്ഞു. അപ്പൊ ജീവിതം മുഴുവനും തനിക്ക് ചീത്ത സമയാ? ഇനിയിപ്പൊ അങ്ങോട്ട് ശുക്രനാ. വൈകാതെ വല്യത്താന്റെ കയ്യിൽ നിന്ന് എല്ലാം തിരിച്ചു വാങ്ങും. അതിനുള്ള കാശ് ഇപ്പം തന്റെ കയ്യിലുണ്ടോ? കയ്യിലില്ല, പക്ഷെ കയ്യെത്തും ദൂരത്തുണ്ട്. എന്നുവെച്ചാ തന്റെ ബാഗിലോ ഒരു കടുങ്കഥ പറഞ്ഞാടോ. കാശ് കൊടുത്ത് ഞാൻ ഈ വയലൊക്കെ തിരിച്ചു இன்னும் அந்த பேக்லயே இல்லன்னு தோணுதுடா. அவர் எடுத்து பார்த்தாரடா, அது என்னடா அது சும்மாவா? ഞാൻ എന്റെ അച്ഛനെയും തോളിക്കേറ്റി അതിന്റെ ഇടയിൽ കൂടി മുതലാളിയായിട്ട് അങ്ങനെ നടക്കും. അച്ഛന് വലിയ സന്തോഷാവും. പിന്നെ ദാ അവിടെ ഒരു നല്ല കൊച്ചു വീട്, അവിടെ ഞാനും എന്റെ അച്ഛനും. നിങ്ങൾ രണ്ടുപേരും മാത്രായ ബോറടിക്കില്ലേ? കൂട്ടിനൊരാളാവാം, പക്ഷെ വലിയ സൗന്ദര്യമൊന്നും വേണ്ട. സാധാരണ ഐശ്വര്യ പോലൊരു പെണ്ണ്. ഐശ്വര്യ റോയ് തന്നെ കെട്ടിക്കൂടെ? അല്ല, അവർക്ക് അവരുടേതായ ചില സ്വപ്നങ്ങളില്ലേ. നമ്മൾ പെട്ടെന്ന് പറയുമ്പോ അതൊരു ബുദ്ധിമുട്ടായാലോ. എന്നെ പറ്റി എന്താ വിചാരിക്കുക? എന്നിട്ടെന്താ, ഞങ്ങളും ഞങ്ങളുടെ കുട്ടികളും അവരുടെ മക്കളും ഒക്കെ ആയിട്ട് അങ്ങനെ 100 വർഷം കഴിഞ്ഞുകൂടി പോയാ മതി. ചില്ലറ മോഹമൊന്നുമല്ല. ഒക്കെ നടക്കുന്നേ. എന്റെ സ്വപ്നം തന്റെ സ്വപ്നം ഒക്കെ നടക്കും. എന്റെ കാര്യം എനിക്കറിയില്ല. താൻ ധൈര്യമായിട്ടിരിക്കണോ? ഞാൻ തന്റെ കൂടെ ഉണ്ട്. നമ്മളിപ്പോ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയില്ലേ? എന്നെ കെട്ടാൻ പറ്റില്ലെന്നെങ്ങാനോ ചെക്കൻ പറഞ്ഞ ഇടിച്ച് ഞാൻ എന്റെ പരിപ്പെടുക്കും. അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും എടുക്കും. അതെ, ഒക്കെ ഒരുക്കിയിരിക്കുക. അങ്ങോട്ട് കയറിയിരുന്ന മോതിരം മാറിയാൽ ചടങ്ങ് തീരും. ആയിക്കോട്ടെ, ചടങ്ങ് നടക്കട്ടെ. കെട്ടാൻ പോകുന്ന ഇയാളാണോ? എന്താ സംശയം? ഞാൻ തന്നെയാ പയ്യൻ. സത്യാഗ്രഹത്തിന്റെ ഫോട്ടോയില് ഗാന്ധിജിയോടെ ഇയാളെ കണ്ടല്ലോ. അതോട്ടെ, എന്തായത്? ഞാൻ ഇടപെടും. എന്റെ കൂടി அவனுக்கு பைத்தியக்காரனடா. காசுக்காக தானே பண்றாங்க. ഈ കുടുംബം തൊലച്ചത് ഞാനാണെങ്കിൽ അത് രക്ഷിക്കാനും ഞാനുണ്ടാവും. ഇത്രയും നാള് കാത്തില്ലേ, കുറച്ചുകൂടി കാത്തൂടെ?
ഇറച്ചിക്കോഴിയെ വെട്ടാൻ കൊടുക്കണ പോലെ എന്റെ പെങ്ങളെ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നാ പിന്നെ കൊണ്ടുപോടാ കൊട്ടാരത്തി തമ്പുരാനെ. ചെറിയേട്ടാ, എനിക്ക് വലിയ മോഹങ്ങളൊന്നുമില്ല. ഞാൻ എവിടെ വേണമെങ്കിലും പൊയ്ക്കോളാം. മോളെ, ഈ ഏട്ടൻ ഒരുപാട് ദ്രോഹങ്ങൾ ഈ കുടുംബത്തോട് ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. അതൊക്കെ അറിവുകേട് കൊണ്ട് അന്ന് പറ്റിപ്പോയതാ. തിരുത്താൻ ഒരിത്തിരി സമയം കൂടി ഏട്ടനെത്താ. കൊട്ടാരത്തിൽ നിന്നും അല്ലെങ്കിലും നിനക്ക് ചേരുന്ന, നിന്നെ പൊന്നുപോലെ നോക്കുന്ന ഒരാളെ ഏട്ടൻ കൊണ്ടുവരും. വിശ്വസിക്കണോ ഈ ചെറിയേട്ടനെ? അച്ഛൻ്റെ മനസ്സ് പറഞ്ഞാൽ മതി, എനിക്ക് മനസ്സിലാവും. அந்த நகையை விட அந்த பொண்ணை கல்யாணம் பண்ணாலே அவருக்கு நிறைய இது கிடைக்கும்ல. பணக்காரி தானே. இல்லை, ஆனால் அவங்க தான் வந்து எதுவும் பிராமணாக இருக்காங்களா. தாத்தா ஜஸ்ட் மிஸ்ல சான்ஸ் போயிடுச்சு. வயசு என்ன இப்போ ஹீரோயின் வந்து சொல்ல போறாங்க. போச்சா? இல்லடா. இல்லை, அதில் அந்த பொண்ணு பக்கத்துலேயே தான் திருட்டு போகிற மாதிரி அதில் ஒரு டப்பா தான் இருக்குது. அதில் மேக்கப் டப்பா தான் இருந்தது. எங்கே தானே போச்சு? சரி, ஒரு வேளை அந்த பாட்டு டான்ஸ் ஆடும்போது ஊண்டுக்குதா? இன்டர்மிஷன் அது. இதுகிட்ட ஒரு 30 லட்ச ரூபா இருக்குல்ல. செக் செக் இருக்கா கேஷ் இருக்கா? கேஷ் இல்லை, செக். அது ஏதோ டிராஃப்ட்னு சொன்னாங்க. அதுதான் அவன் அதை திருட எடுத்துட்டான்னு சொல்லுவான். ஆனால் காணோன்னு தெரியும்னா. அப்படியா? ஆமாம், அவன் தான் கொஞ்சம் கடன் அடைச்சிட்டான்னு சொன்னானே. திருப்பி காய்ச்சி தான் இல்லை இல்லை, அவங்க வந்து இந்த இதில் வித்துட்டு தான் அந்த கடன் அடிச்சாங்க. താനെന്തിനാ കരഞ്ഞേ? ഏയ്, ഞാൻ കരഞ്ഞല്ലോ. കണ്ണിൽ കരട് പോയതാ. ഇതല്ലേ തനിക്ക് വേണ്ടത്? കൂടെ വന്നാ എന്റെ കൂട്ടി നിന്നാ സമ്മാനായിട്ട് ഇത് തരാം. പാവി. இந்த ட்ராவலிங்க எவ்வளோ ப்ரில்லியண்ட்டாக பாட்டில் ட்ராவல் பண்ண காட்டினாங்க. മുടിഞ്ഞ റേറ്റ് അവിടുത്തെ റൂമിന്. ഒരു ദിവസം 3000 രൂപ. എന്റെ കയ്യിലാണെങ്കിൽ 250 രൂപ ഉള്ളൂ. എല്ലാരും എത്തിയോ? പെണ്ണിന്റെ ആൾക്കാരൊക്കെ ഉണ്ട്, ചെക്കൻ്റെ ആൾക്കാരൊക്കെ എത്തിക്കൊണ്ടിരിക്കട്ടെ. ഇതെന്റെ ഡെബ്യൂ. ഇത് ചെക്കന്റെ ഡാഡി മിസ് കെ.ടി. മാത്യു. മാത്തച്ഛൻ വിളിക്കും. ഇത് സ്വർണ്ണമ്മ, മാത്തച്ഛന്റെ വൈഫ്. സൂസയെ മനസ്സിലായില്ല തോന്നുന്നു. എങ്ങനാ ഫെലിക്സ്? ഫോണിൽ സംസാരിച്ചിട്ടേ ഓൾറെഡി என்ன கதரா இது? உங்க 2 பேரும் யாருக்கா? ரோஷாக்கு എല്ലാം കുടുംബത്തിൽ പറഞ്ഞവരാ. അപ്പൊ ഒറ്റയ്ക്ക് കയ്യും വീശി വന്നിരിക്കല്ലേ? അല്ല, ഒരെണ്ണം ഇവിടെ വരും. നമ്മള് ജോസ് അയക്കുന്ന ആളാ. അവരെന്നോ നാളെ ഇവിടെ എത്തും. ആള് കൊള്ളാമെങ്കിൽ നമ്മൾ കെട്ടിക്കോളാന്ന് പറഞ്ഞിട്ട്. என்னோட அடி எல்லாரும் இருக்காங்க. ஜேம்ஸ் பாண்ட் மியூசிக் போட்டு தெரியல யாருன்னு. ഹംസക്കോയുടെ റൂം ഏതാണ്? ഇല്ല സർ, അങ്ങനെ ഒരാളില്ല. ഇല്ലാതിരിക്കാൻ വഴിയില്ലോ. അങ്ങനെ ഒരു ബുക്കിംഗ് ഇല്ല സർ. Where is the manager? അയ്യോ, എങ്ങനെ കൊണ്ടുപോകണം? കീ, ഒരു കീ. കീ ആഹാ, ഇവിടെ ഇരിക്കുകയായിരുന്നോ? നാത്തും പിള്ളേരും തലേന്ന് ഇതെന്താ ഹോൺ അടിച്ചാൽ നാഷണൽ ഹൈവേ? താക്കോൽ. എന്റെ ചാവി ഉണ്ടാ? താക്കോൽ ദാ. ഒണ്ടാറാ മോളെ, കോമങ്ങളുടെ അടുത്ത് അനുഗ്രഹം വാങ്ങും. എന്തായാലും നേരത്തെ വന്നാൽ നന്നായി. റിട്ടയർഡ് DIG ആണെങ്കിലും ഇപ്പോഴും പോലീസ് ചിട്ടയാ. ചിട്ടയൊന്നുമല്ല, ഞാനല്ലേ ഇവരുടെ തലതൊട്ടപ്പൻ. അപ്പൊ നേരത്തെ എത്തണ്ടേ? എനിക്ക് ഫെലിക്സിനെ കണ്ടേ പറ്റൂ. കാണാം. അതിന് ശരിയായ ഒരു അവസരം കിട്ടണവരെ നമ്മൾ കാത്തിരിക്കണം. എനിക്കൊരു ഇത്തിരി സാവകാശം കൂടി തന്നേ പറ്റൂ. തനിക്കൊരു 100 കൊല്ലം സാവകാശം തന്നാലും ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. ഞാൻ ഫെലിക്സിനെ കാണാൻ പോവാ. വീണ പ്ലീസ്, അബദ്ധമാണ് താനീ കാണിക്കുന്നത്. ഞാൻ സമ്മതിക്കില്ല. ഇക്കാര്യത്തിൽ തന്റെ സമ്മതം എനിക്ക് ആവശ്യമില്ല. എടോ, താൻ വെറുതെ വാശി പിടിക്കല്ലേ? ഇതെന്റെ ജീവിത പ്രശ്നം.
എനിക്ക് എന്തായാലും എന്താ, തനിക്കൊരു ചുക്കില്ലല്ലോ. അങ്ങനെയാണോ താൻ എന്നെ കരുതിയിരിക്കുന്നത്? പിന്നെന്താ, ഈ കല്യാണം നടന്ന ഞാൻ ചാവും. ഞാൻ ചത്താലും തനിക്ക് തന്റെ മാല കിട്ടും. അതോടെ തന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുമല്ലോ. ഫെലിക്സ് അത് வெயிட் பண்ணிட்டு என்கேஜ்மெண்ட் ஆயிடுச்சு. பிடிச்சிட்டான் பையன் பிடிச்சிட்டான். என்னடா டெலிவரி ஐயோ இந்த அரமெண்ட்ல வச்சு நான் தவிர വേണ്ട വേണ്ടെന്ന് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞല്ലേ. അപ്പൊ താൻ അതിന്റെ സ്വാർത്ഥമെന്ന് പറഞ്ഞു. അവന്റെ മനസ്സറിഞ്ഞിട്ട് തന്നെ അവനെ കൂട്ടുപിടിക്കാതെ വിചാരിച്ചേ. മനസ്സമ്മതല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, കെട്ട് കഴിഞ്ഞിട്ടില്ലല്ലോ. താനല്ലേ പറഞ്ഞ കൂടത്ര കുറച്ചൊക്കെ. അവന്റെ മനസ്സറിഞ്ഞിട്ട് പോരെ തട്ടി പൊണ്ടാറടങ്ങല്. കൊമ്പത്തെ പോലീസും പട്ടാളൊക്കെ കാവ്യ നിൽക്കുന്ന ഞാൻ ഈ മാല അടിച്ചുകൊണ്ട് പോന്നെ. ഒരു ഈർക്കിലെടുത്ത് തന്നെ തലക്കുട്ടൊന്ന് കൊട്ടിയിട്ട് ഇത് എടുത്തോണ്ടോ എനിക്ക് അറിയാൻ പാടില്ല. വഴക്കിട്ടും ചിരിച്ചും കളിച്ചും തന്റെ കൂടെ കുറെ നാൾ നടന്നപ്പോ തന്നോട് അല്പം ഇഷ്ടം തോന്നിപ്പോയി. അതുകൊണ്ട് തന്നെ തന്റെ മനസ്സ് നോൺ എനിക്ക് കാണും. കട്ട് മോട്ടിച്ചൊക്കെ ഞാൻ ഒരുപാട് തിന്നുണ്ട്. പക്ഷെ ഇതുവരെ ഞാൻ എന്റെ മനസ്സാക്ഷി വിട്ട് തിന്നിട്ടില്ല. ഇവിടത്തെ അടുക്കള എവിടെയാണെന്ന് തോന്നണേ. ഫ്രെഡി ഞാൻ വിളിച്ചിരുന്നു. സാധനം അയാൾ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അയാളുടെ ഒരാൾ ഈ നാട്ടിലുണ്ട്, ഒരു അബ്ദുള്ള. നീ അയാളെ പോയി ആളെങ്ങനെയാന്ന് അറിയണം. എന്നിട്ട് ഒരു വില നീ തന്നെ കൂടെ ഉറപ്പിച്ചു. വെള്ളിയാഴ്ച മാല തരാന്ന് പറഞ്ഞിട്ട് അയാളുടെ കയ്യിൽ കുറച്ച് അഡ്വാൻസ് ഇത് അയാളുടെ ഫോൺ നമ്പറാ. ഹലോ, അബ്ദുള്ള ചേട്ടനല്ലേ? ആരാ? ഞാനാ മണി. അതെ, ഞാനൊരു ചുമന്ന റോസാപ്പ് പിടിച്ചിവിടെ നിക്കാം. സാധനൊക്കെ കയ്യിലുണ്ട്. അയ്യേ അതല്ല, വിലയൊക്കെ ഫ്രെഡി പറഞ്ഞിട്ടല്ലേ. പിന്നെ ഒരു അഡ്വാൻസ് വേണം. എത്ര വെച്ച് ചേട്ടൻ തീരുമാനിച്ചു കൊണ്ടുവന്നാ മതി. സാധനം വെള്ളിയാഴ്ച തരാം. അപ്പൊ മുഴുവൻ തുക തന്നാ മതി. ഞാനിവിടെ ചുവന്ന റോസാപ്പം പിടിച്ചിട്ട് നടക്കി നിൽപ്പുണ്ടാവും കേട്ടോ. ഓക്കെ. റോസാപ്പൂ റോസാപ്പൂ റോസാപ്പൂ. ഇവിടെ തന്നെ ആണോടാ കണ്ടത്? എനിക്കൊരു സംശയമില്ല, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അവർ ഇവിടെ തന്നെ ഉണ്ട്. എന്നാ ഞാൻ പിടിക്കും. അതെ, ഇത്രയും വലിയ ഹോട്ടലും താമസിക്കാനുള്ള കഴിവൊന്നുമില്ല ചേട്ടക്ക്. സ്വന്തമായിട്ട് വീട് കൂടി ഇല്ലാത്ത ഏതോ ഒരു അങ്കിളിന്റെ വീട്ടിലെ തൊഴുത്തിലെ കിടപ്പ്. അവിടെ ആളയച്ചപ്പോ അങ്കിൾ തന്നെ അവിടെ ഇല്ല. എല്ലാരും കൂടെ ഒത്തുകളിയാ. അത് എന്നോട് എങ്ങാട് പോയിന്നറിയില്ല. ഇവിടം വരെ ഞങ്ങളുടെ മുമ്പിലുണ്ടായി. എന്നിട്ട് ഇവിടെ കുഴി ഒഴിച്ച് താഴോട്ട് പോയാ. എല്ലാ മുറികളും തുറന്നു നോക്കിയാലോ? വല്ലവന്റെ മുറി തുറന്നു നോക്കി തല്ലിയിട്ടല്ലേ. ഇത് അവന്റെ കയ്യിലുണ്ടായിരുന്ന പൂവല്ലേ? അവന്റെ അമ്മായി അവൻ ഇതിനകത്തുണ്ട്. വേറെ ആരുടെ കൂടെ അകത്തുണ്ട്? ആരുണ്ടെങ്കിലും എനിക്ക് പ്രശ്നമല്ല. എന്റെ മകളെ ഞാനിന്ന് കൂട്ടിക്കൊടുക്കും. കൂട്ടിക്കൊണ്ടു പോകും. ഇത് ഞാൻ ചവിട്ടിട്ടുള്ള കാര്യമാണ്. ആരെങ്കിലും പുറത്തേക്ക് ഓടിയെ പിടിച്ചോളാം. ചെറിയ തമാശ കുളിക്കാണല്ലോ, ഒന്നിച്ച് കുളിപ്പിക്കാം. സെക്യൂരിറ്റി, ഞാൻ ടോമങ്കിൾ. എന്റെ മുറിയിൽ ഒരു കള്ളൻ. ഈ വാതിൽ തുറന്നിട്ടിരുന്നാണല്ലോ. ടീ മാഡം, അതവിടെ വെച്ചിട്ട് വേഗം പോടോ. ഓരോ ശല്യങ്ങൾ കയറി വരും മനുഷ്യനെ മെനക്കെടുത്താൻ. പിന്നെ വരാം. പാമ്പിന്റെ ജന്മായി. കാശ് ഞാൻ നാളെ കാലത്ത് തരാം. ഇനി കാലത്താക്കാൻ പറ്റുമോ? കാലത്ത് വിളിച്ചാ മതി. ഇത് ഓൺ ചെയ്യണില്ല. ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചോന്റെ അമ്മയ്ക്ക് ആദ്യം ഒരു സ്റ്റാർ ഹോട്ടലിൽ ഒരു കള്ളം വന്ന് തല്ലുകയും ബാത്റൂം വരെ വലിഞ്ഞു കയറി വരികയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാ I will call the police.
ഞാൻ ഇപ്പൊ ഇവിടുത്തെ എസ് പി വിളിക്കും. സാർ പ്ലീസ് പോലീസ് എങ്കിൽ എല്ലാ മുറിയും ഒന്ന് ചെക്ക് എന്നാ ഹോട്ടൽ എല്ലാ മുറിയിലും സാറിനെയും കൂടി ചെന്നാൽ ഇയാളാണോ കള്ളൻ ചോദിക്കാൻ പറ്റും. ആളിവിടെ എവിടെയെങ്കിലും കാണും. ആളെ കണ്ടാ എങ്ങനെ ഇരിക്കും? ഒരു മിന്നായം പോലെ കണ്ടതല്ലേ ഉള്ളൂ. ഒരു കാറ്റ് വന്നിക്ക് മീശ വെച്ച് അങ്ങനത്തെ ഒരു മീശ എവിടെ കണ്ടാലും ഞങ്ങൾ തിരിച്ചറിയാം. നിങ്ങൾ അയാളെ എവിടെ കണ്ടാലും ഒന്ന് ഫോൺ മതി. അവൻ ഇനി എണീറ്റ് നടക്കാനാകാത്ത നിലയിലാക്കിയിട്ട് ഞങ്ങൾ വിടും. സാറേ കുറുപ്പ് സാറിന് ഇപ്പൊ അവന്മാരുടെ കൈ കിട്ടിയ കുറുപ്പ് സാറിന്റെ കാര്യം പോക്കാം. ഈ മീശാൻ പഠിച്ചാൽ அவனுக்கு வேற அட்வான்ஸ் எடுத்துட்டு வருவான்ல ரோஸ் பார்த்துட்டு 12-ஆம் தேதி മാലയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതുപോലൊരു ബന്ധം ഇനി കിട്ടുമോ? കല്യാണപ്പെട്ട് ഒളിച്ചോടിന്ന കാര്യം പുറത്തറിഞ്ഞ പിന്നെ ഈ ജീവിതത്തിൽ അവളുടെ കല്യാണം നടക്കോ? ഇപ്പൊ തന്നെ ഏതോ കീഴിക്കോട അമ്പലത്തിൽ തൊഴാൻ പോയിരിക്കണം എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. 12-ആം തീയതിക്ക് മുമ്പ് മാലയെ ആരും അറിയാതെ പന്തലിലെത്തിക്കണം. ഇല്ലെങ്കിൽ എന്റെ മാനം പോകണം. ഹലോ ആരാണ്? നീ അബ്ദുള്ള കണ്ട உள்ள ஒரு ஃபோன் இருக்குல. അയാൾ അഡ്വാൻസ് ഹോട്ടലിലേക്ക് വരും. ആളെ തിരിച്ചറിയാനായിട്ട് പോവായിട്ട് നിൽക്കാണ് ഞാൻ പറഞ്ഞേക്കണേ. കാശ് നീ മേടിച്ചോളാം. എനിക്ക് വരാൻ പറ്റില്ല. അല്ല നീ ഇപ്പൊ എവിടെയാണ്? ഞാനോ? ഹലോ 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 കയ്യിൽ പോവുക. ഇയാളാവൂ അബ്ദുള്ള. இவர் பார்த்தது இல்லையாடா அவரை? ரெண்டு பேருமே பார்த்து இல்லை இவர் அந்த வெள்ளச்சாமி தானே. മാലന്റെ കസ്റ്റഡിയിലുണ്ട്. பொண்ணு பேரும் மாலை. അതെ അത്രമാത്രം കഷ്ടപ്പെട്ടത് അടിച്ചുണ്ടെന്ന്. ഇതാരാ? ഇതൊക്കെ എന്റെ ആളുകളാ. എന്തായാലും ഇതിലും കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വന്നേ. മാലയെ തട്ടിക്കൊണ്ടു പോകുന്നതിന് പിന്നിൽ വൻ ഗ്രൂപ്പ് ഉണ്ട്. കാശാണ് അവരുടെ ലക്ഷ്യം. ഓടക്കാൻ നിന്നാ സംഗതി കുലുമാലാവും. പിന്നെ പോലീസുകാരുമായിട്ട് നാട് മുഴുവൻ അറിയും. അതോടെ പെണ്ണിന്റെ കല്യാണം മുടങ്ങും. ജീവിതവും പോക്കാവും. പക്ഷെ കാശ് കൊടുത്ത് ഒതുക്കാൻ നോക്ക്. ഒരുപാട് കാശ്. KT മാത്യു എന്ന ആൾ നിങ്ങളുടെ കൂടെ ഉണ്ടോ? എന്താ കാര്യം? ഒരു അറസ്റ്റ് വാറണ്ട് ഉണ്ട്. കള്ളച്ചെക്ക് കേസാ. അവന്റെ ചെക്കെല്ലാം പോണേന്റെ ഇരട്ടി സ്പീഡിലാണ് മടങ്ങി വരുന്നത്. ഒന്നല്ല 8 എണ്ണമാ കേസ്. ആളെവിടെ ഉണ്ട്? ആളിവിടെ ഇല്ല. അയാളുടെ പേരിൽ ഇവിടെ റൂം എടുത്തിട്ടുണ്ടല്ലോ. ആളുടെ പേരിൽ ഇവിടെ റൂമില്ലല്ലോ. ആള് ഞങ്ങളുടെ ഒരു ബന്ധുവാ. ഇങ്ങനെയുള്ള തെണ്ടി പുരുഷകളൊക്കെ ബന്ധുവാണെന്ന് പറയാൻ തനിക്ക് നാണോ ഇല്ലേ? കുടുംബത്തിൽ കയറ്റങ്ങൾ അത് ശരിയാ. വന്നാ അറിയിക്കണം. ആരാഴ്ചയെ അവനെ ഞാൻ തെരഞ്ഞു നടക്കുക. ശോഭരാജിനെ പിടിക്കാൻ അത്രയും പാടില്ല. ഞാൻ 2 ദിവസം ഇവിടെ മുറിയെടുത്തിട്ട് ആരെങ്കിലും ശ്രദ്ധിക്കും. നമുക്ക് രാത്രി കാണാം. എപ്പോഴും ഒളിച്ചോടുക. കാശ് കൈ കിട്ടട്ടെ. രാത്രി തന്നെ വിളിക്കുവോ? അങ്ങേരൊന്ന് മാറിയ ഉടനെ വിളിക്കാം. എന്നാ ദീദി പക്ഷെ നേരിട്ടുള്ള ഡീലിംഗ്സ് രാവിലെ ഒരുത്തന്റെ ബുക്കിംഗ് ഉണ്ടായിരുന്നു. ഞാൻ കണ്ടു. ഇപ്പം വേറൊരുത്തൻ വന്ന് മുട്ടിയിട്ടുണ്ട്. കൂടുതൽ കാശ് കൊടുത്താല് ഇങ്ങോട്ട് മറിയും. പിന്നെ കയ്യോടെ ഇന്നത്തേക്ക് എന്നെ ബുക്ക് ചെയ്തു. അല്ല ഇക്കയുടെ മറ്റേ കേസ് അവിടെ അവള് വന്ന റൂമിലേക്ക് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓലപ്പടക്കത്തിന് തീ കൊടുത്ത് പോലീസുകാരൻ പോയി. എന്റെ അപ്പന് ഞാനൊരു ചെക്ക് കൊടുത്തില്ലേ? അത് തന്നെ കാര്യം. എന്റെ കയ്യിൽ 4 വെള്ളി വന്നോട്ടെ. തൊന്തക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. ആ ഫെർണാണ്ടസിന്റെ ഒരു ബന്ധുല്ലേ അങ്കിൾ ടോം, അങ്ങോരോട് പറഞ്ഞ് ഏൽപ്പിക്കാന്ന്. എല്ലാരെയും കറണ്ട് പண்றாங்களா? നമ്മളൊന്നും പരിചയമില്ല. ഇങ്ങനെയൊക്കെയല്ലേ ഓരോരുത്തരെ പരിചയപ്പെടാം. എന്നാ പിന്നെ വളച്ചിട്ടില്ലാതെ കാര്യം പറയാലോ. അല്ല കാശ് എത്ര വേണം? അങ്കിൾ അത് അങ്കിൾ ചേട്ടൻ എന്ത് വേണമെങ്കിൽ വിളിക്കാൻ പ്രശ്നമില്ല. കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണം. അതെ അതെ അതെ. കാശ് ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, കാശ് ഞാൻ മുറിയിലേക്ക് കൊണ്ടുവരാം. മതി മതി മതി. എപ്പോ വരണം? എപ്പോ വേണമെങ്കിലും വന്നോളൂ. എന്തായാലും ഓക്കെ. വരട്ടെ. മൈ കൊറിയർ. സർ. താങ്ക് യു. ഫോട്ടോ മാറിടും. ഹലോ, ഫോണിൽ പറഞ്ഞ പ്രകാരം അഡ്വാൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അഡ്വാൻസോ? മണി 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 കൊണ്ടുപോയിട്ടുണ്ടോ? മാല ഇപ്പൊ കിട്ടും. മാല വെള്ളിയാഴ്ച വന്നാൽ മതി. അപ്പോഴേക്കും മാല എൻ്റെ ഉണ്ടാവും. ഇതാ പണം. ബാക്കി മാല കിട്ടിട്ട്.
ഞാൻ വെള്ളിയാഴ്ച വരും. ഞാൻ പാഷയാണ്. എടോ ഞാൻ തന്നോട് കൊല്ലേണ്ട ആളിന്റെ ഫോട്ടോ മാത്രമല്ലേ അയക്കാൻ പറഞ്ഞു. ഇതിപ്പോ രണ്ടുപേരുണ്ടല്ലോ. അതിന് തന്നെയും കണ്ടിട്ടില്ലല്ലോ. എന്റെ ഒരു മയക്ക് വരുന്നുണ്ട്. അത് മോന്തയുടെ അടുത്ത് പോയാൽ മതി. ആള് ബോധം കെട്ടവനെ പൊക്കിയെടുത്ത് വല്ല കുളത്തിലോ ആറ്റിലോ കൊണ്ടെറിയും. കണ്ടാൽ പോലീസ് വടി പിടിക്കും. மாலை மேட்டர் அவளுக்கு தெரியுமா? என்னது? ഇവൻ ചാവേണ്ടവൻ മറ്റവൻ കൊല്ലാൻ കാശ് തരുന്നവൻ. ஐயோ இது இந்த கீப் அவர்தானே? അധികം സംസാരിച്ചേക്കുന്ന ആരുമില്ല. അഡ്വാൻസ് ഒന്ന് കച്ചവടം അർപ്പിക്കുക, അല്ലെങ്കിൽ ഞാൻ വേറെ കൊടുക്കും. കണ്ണി ചോരയില്ലാത്ത വർത്താനം പറയല്ലേ. അങ്ങനെ പുറത്തു കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അഡ്വാൻസ് വേണമെങ്കിൽ ഇപ്പൊ തരാം. പക്ഷെ 12-ാം തീയതി മുമ്പ് കാര്യം നടന്നിരിക്കണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഓക്കെ, അത് ഞാൻ ഏറ്റു. എന്നാ കാശ് തരാം. തൊട്ടുത്തോളെ அந்த மூக்குல இது சொன்னார்ல பட்டா இது இறந்துருவாங்க. അപ്പൊ ശരി, മാലയായിട്ട് വരുമ്പോ ബാക്കി ഞാൻ എടുത്തോളാം. ഹലോ, നീ ഇതേത് നരകത്തിൽ പോയി കിടക്ക? ഞാനിവിടെ ഒരു അലമാരിക്കകത്താ. ഈ ഹോട്ടലിലെ ഏതൊരു മുറിയിലെ ഏതൊരു അലമാരിക്കകത്താ. നീ എങ്ങനെ അതിക്കാരെ പറ്റിയത്? അതൊന്നും വിസ്തരിക്കാൻ നേരില്ല. എന്നെ ഇതൊന്നും ഇറക്കി വിടേ. ഏത് മുറിയിലാ? അതെനിക്കറിയില്ല. ഏത് ഫ്ലോറാ? അതും എനിക്കറിയില്ല. എടാ, എന്തെങ്കിലും അടയാളം പറയാണ്ട് ഞാൻ എങ്ങനെ അറിയും? പിന്നെ നീ ഒരു കാര്യം ചെയ്. ഹലോ ഹലോ, ഇതിന്റെ കറണ്ട് പോയി. ഞാനിന്ന് പൊളിക്ക്. ഞാൻ ഇതിന്റെ പുറത്ത്. ഹലോ, അയ്യോ, ലേറ്റായ വെയിറ്ററുടെ തന്തയ്ക്ക് വിളിക്കും അല്ലേ? കാണിച്ചു തരാം. 4 അടിച്ചിട്ടിരിക്കല്ലേ, അളവൽപ്പം കുറഞ്ഞാലും അറിയില്ല. ചിക്കൻ പീസ് ഒരെണ്ണം കുറച്ച് കഴിച്ചാൽ മതി കേട്ടോ. ഇപ്പൊ ഞാൻ പറയും. ഇപ്പൊ ഞാൻ ഇവിടുത്തെ മാനേജർ വിളിച്ചു പറയും. കാശ് കൊടുത്തിട്ട് നിന്റെ കെച്ചിലുണ്ടോ ഞങ്ങൾ കസ്റ്റമേഴ്സ് കഴിക്കാൻ? ഇനി മേലാൽ തിന്നൂല സാർ. വേണമെങ്കിൽ സാറിന് ഒരു പീസ്. വളരെ പാടുപെട്ട് കിട്ടിയ ജോലിയാണ് സാർ. സാറിന്റെ കാല് പിടിക്കാം. ഞാൻ എന്ത് വേണമെങ്കിലും സാറിന് വേണ്ടി ചെയ്യാം. താൻ എന്തുകൊണ്ടെങ്കിലും ചെയ്യോ? കിണറ്റിൽ ചടാനൊന്നും പറയരുത്, എനിക്ക് നീന്തൽ അറിഞ്ഞൂടാ. അതൊന്നും അല്ലടോ. ഇവിടുത്തെ ഏതോ ഒരു മുറിയിൽ അലമാരയിൽ മണിയുണ്ട്. ആരുടെ മണി? ആരുടെ മണിയല്ല, മണി പെട്ടുപോയതാ. കണ്ടുപിടിക്കാൻ ഒരു നിവൃത്തിയില്ല. കാശ് ഞാൻ വേറെ തരാം. പിന്നെ ഈ കാര്യം ഞാൻ പുറത്ത് പറയേയില്ല. ഇവിടെ 10 മുറിയുണ്ട് സാറേ. ചുമ്മാ കയറി തപ്പാനൊന്നും പറ്റില്ല. ആളെ ഞാൻ പുറത്തിറക്കി തരാം. പക്ഷെ കുറച്ച് സമയം വേണം. സമയം എത്ര മണിയിലും എടുത്തോ, പക്ഷെ കാര്യം നടക്കണം. അല്ലെങ്കിൽ ആരാ ഏതാണെന്നൊന്നും ചോദിക്കണ്ട, എല്ലാം എനിക്കറിയാം. എന്താ വേണ്ടെന്ന് വെച്ച് പറഞ്ഞാൽ മതി. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാ, കല്യാണം കഴിക്കാനാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഇല്ലെങ്കിൽ കാശ് വേണം. അതെ, കല്യാണം നടക്കില്ല, എനിക്ക് ഇഷ്ടല്ല. കാശിന്റെ കാര്യം അങ്ങനെയാണെങ്കിൽ ഒരു 50,000 രൂപ, അതിൽ കുറഞ്ഞ് നടക്കില്ല. അത് കൂടുതലല്ലേ? എങ്കിൽ കല്യാണം നടത്തിക്കോ, വെറുതെ ഒന്നും നടക്കില്ല. അത് വേണ്ട, അത് വേണ്ട. ഈ 50,000 ഞാൻ സമ്മതിച്ചു. ഈ 50,000 അങ്ങോട്ട് തന്നാ പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണം. അത് ഞാൻ ഏറ്റു. ഇവിടെ ആരുമില്ലേ? ടോമംഗളല്ലേ? ഞാൻ കേട്ടി മാധു ചെറുക്കന്റെ അച്ഛൻ. ചെറുക്കന്റെ അതന്നെ അതന്നെ. ഫെർണാണ്ടസ് കുറച്ച് കാശിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ബാങ്കിലേക്ക് പോയിരിക്കുകയാണ്. ഇരിക്കാനൊന്നും സമയമില്ല. എന്റെ കല്യാണം നടക്കില്ലേ? അപ്പോ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതെ അതെ, എനിക്കൊരു ഉപകാരം ചെയ്യും. ഓ, അത് ശരി. അപ്പൊ ബാക്കി കാശ് എന്റെ മുറി കൊണ്ടുതരണം. അത് 104 150,000 രൂപ കൊടുത്തിട്ട് ബാക്കി കാശ് എന്റെ മുറി തരണം. ടോമംഗളെ എനിക്ക് അത്യാവശ്യമായിട്ട് കേട്ടാ. ഹലോ അങ്കിൾ, അശ് റെഡി ആവുമ്പോ റൂമിലോട്ട് ഇതാ എത്തിപ്പോയി. ഹലോ, ഞാൻ 2299 ക്യാഷ് റെഡിയാണ്. ഞാൻ അങ്ങോട്ട് വരട്ടെ? അവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഇവിടെ വേറെ ആരുമില്ല. അതുകൊണ്ടല്ലേ ഞാൻ തന്നെ വരാമെന്ന് പറഞ്ഞത്. വേറെ ആരുമില്ലെങ്കിൽ ഞാൻ മുറിയിലേക്ക് വരാം. നേരത്തെ ഞാൻ ഫോൺ വിളിച്ചിട്ട് അവിടെ ആരും ഫോൺ എടുത്തില്ലല്ലോ. ഞാൻ കൗണ്ടറിൽ ക്യാഷ് കളക്ട് ചെയ്യാൻ വേണ്ടി പോയിരിക്കുന്നു. ശരി, ഇനി ഞാൻ അങ്ങോട്ട് വരാം. അതെ, ഇടപാടൊക്കെ ആദ്യം തന്നെ ഇന്നാലേ ഇതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇൻട്രസ്റ്റോ? അപ്പൊ ഇത് പലിശക്കാ? എനിക്ക് തമാശ വലിയ ഇഷ്ടമാണ്. ഇരിക്കും കേട്ടോ. உள்ள அவர் வருகிறாருல. പറയണത് ടോമംഗളത്തിന്റെ
അയാളുടെ ഭാര്യയെ പിടിച്ചെന്നോ? കേറി പിടിച്ച് ഉമ്മ അയാളുടെ പല്ല് കൊണ്ട് പാട് അവളുടെ കാമത്തവളയോ? പിന്നെ പട്ടാപ്പകളുടെ സ്ത്രീയെ കേറി പിടിച്ച് ഒരുത്തനെ ഞാൻ പുണ്യാളച്ചാന്ന് വിളിക്കണോ? ആ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഞാനിവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഒരു ചായ കൂടെ പറയാം. കുറച്ച് കഴിഞ്ഞ് മതി. ഫോണിൽ കേൾക്കുന്ന ശബ്ദവും ഇപ്പൊ കേൾക്കുന്ന ശബ്ദവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എന്നെ ഇഷ്ടമായോ? ഏത് വീട്ടിലെ വീടും നാടും ഒക്കെ എന്തിനാ അറിയുന്നേ? കള്ളൻ, ഇത്രയും പ്രായമായിട്ട് നാണം മാറിയില്ലല്ലോ. ഞാൻ ബാത്റൂമിൽ നിക്കാം. ஹீரோல போடுவாங்கன்னு நினைக்கிறேன். ചോപ്പുണ്ട്. കൊടുക്കാനല്ലേ പറഞ്ഞോളൂ. തന്നോടെയാണ് ഭാര്യ കയറി പിടിക്കാൻ പറഞ്ഞോ? എടോ താരം മാത്തച്ഛന്റെ ഭാര്യ കയറി പിടിച്ചില്ലേ? അയ്യോ, ഞാൻ അയാളുടെ ഭാര്യയെ കണ്ടിട്ടില്ല പ്രജിത്ത. ഇന്നാളെ ഒരുത്തൻ ഇവിടെ കയറി ഇയാളെ ഇടിച്ചില്ലേ? ആ ചുമ്മാതല്ല, ഇയാളാണ് വീട്ടിൽ കയറി ഒരു പെണ്ണിനെ കയറി ഉമ്മം വെച്ചിട്ട് അവളെ കണ്ടിട്ടില്ല പോലും. ഇന്ന് വരെ എന്റെ മുഖത്ത് പോലും ശരിക്കും നോക്കിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഒരു സ്ത്രീയെ കെട്ടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇതെന്താണോ തന്നെ നെറ്റി ചുമന്നിരിക്കുന്നത്? ചോര പിടിച്ചു. പിന്നെന്താ അതിന്റെ ചോരയ്ക്ക് ഒരു വാസന? നല്ല മനസ്സുള്ളവരുടെ ചോരയ്ക്ക് ചിലപ്പോ വാസന ഉണ്ടാവും. അങ്ങനെയാണ് ഈയുടെ ചോര നാറില്ലല്ലോ. ആ മാത്തച്ഛനെ ഇങ്ങോട്ട് വിളിക്കാം. ഇങ്ങോട്ടൊന്നും വിളിക്കണ്ട, നമുക്ക് അങ്ങോട്ട് പോയി ചോദിക്കാം. സത്യം അറിഞ്ഞിട്ട് എനിക്കറിയില്ല. താൻ അറിയാത്ത അലമാരിക്കകത്ത് എങ്ങനെയാണ് ഒരു പെണ്ണ് വന്നത്? ആരാണെന്നോ ഏതാണെന്നോ എനിക്കറിയില്ല. സത്യം പറ, ഏതാണ് നീ? അടിച്ചതിന്റെ കരുതക്കുട്ടി ഞാൻ പോലീസിനെ വിളി. കക്കാനും മോട്ടിക്കാനും ഒന്നുമല്ല, ഇയാള് വിളിച്ചിട്ടാ ഞാൻ വന്നത്. ആ, താൻ ഫോണിൽ വിളിച്ചില്ലേ? എന്നിട്ട് ഹോട്ടലിലേക്ക് വാ, കെട്ടിക്കോളാന്ന് പറഞ്ഞില്ലേ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെന്താ പറഞ്ഞത്? ഞാൻ കാശ് കൂട്ട അങ്ങോട്ട് വരാതല്ലേ പറഞ്ഞു. അപ്പൊ നീയല്ലേ പറഞ്ഞു ഇങ്ങോട്ട് വരാന്ന്. താൻ വിളിച്ചു വരുത്തി എന്നോ? ശരിയാ. അല്ല, അത് ഒറ്റ അക്ഷരപ്പെട്ടി പോരുത്. വയസ്സൊന്നും ഞാൻ നോക്കിയില്ല. പ്രജിത്ത, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ആ മാത്യുവിനെ വിളിച്ചതിന് മുമ്പ് നിർത്ത്. അയാൾ പറഞ്ഞിട്ടാ ഞാൻ ഈ പെണ്ണിനെ വിളിച്ചത്. അയാൾക്കറിയാം ഇവളെ. സത്യം അയാൾ പറയും. സത്യം ഞാൻ തുറന്നു പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. എനിക്കൊരു പെണ്ണിനെയും പെടക്കോയിനും അറിയില്ല. ഞാൻ ആർക്കും കാശ് കൊടുക്കാനും പറഞ്ഞു. താൻ പറഞ്ഞിട്ടില്ലേ? ഇല്ല 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 ഇല്ലാന്ന് കള്ളം പറയുന്നു. ആ പന്നെ കൊല്ലും. താൻ ഈ കല്യാണം മുടക്കാൻ കച്ചകെട്ടിടൂ. കള്ളയോ പറയുന്നത്? ഇനി ഒരു അക്ഷരം മിണ്ടിയാ തന്നെ നാക്കിയാ. ഇങ്ങനെ ഒരു പല നാള് ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് കയറിപ്പോയി മാത്തച്ഛനോട് ഞാൻ മാപ്പി ചോദിക്കുന്നു. എടാ എരപ്പേ, ഞാനൊരു DIG ആണ്. DIG-യുടെ കല്യാണം കഴിയുന്നവരെ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഞാൻ അറിഞ്ഞാൽ അടുപ്പത്ത് വയ്ക്കും. ഒരു പൊട്ടു ഇരിക്കട്ടെ. താൻ ആളങ്ങട് മിസ് വേൾഡ് ആയില്ലടോ. എന്താ അതിന്റെ ഉദ്ദേശം? What do you mean? വീണ ഉദ്ദേശം എന്താ ഞാൻ ചോദിച്ചത്? വീണ? ഏത് വീണ? Excuse me, what's the matter? Can I help No, you? the plan. ഒന്നുമില്ല, അയാൾക്ക് ആള് മാറിപ്പോയതാ. Oh, good night. மைண்ட் போடுற டைம் AB വാജ്പേയി, അദ്വാനി, പിണറായി വിജയൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അവരുടെ ആരാ നിങ്ങള്? അവരുടെ ആരുമല്ല, അവരെയൊക്കെ പരിചയപ്പെടാൻ വേണ്ടി നടക്കുന്ന ഒരാളാണ്. ഇയാളെന്താ ഇങ്ങോട്ട് വന്നേ? ഇവിടെ വന്നതാ മോരും വെള്ളം കുടി. എടോ, ബാറിൽ എന്തിനാ വന്നിരിക്കുന്നത്? കള്ളു കുടിക്കാനല്ലാണ്ട്. അതെന്റെ വീണയല്ലേ? ഇതെന്റെ അതല്ല, തന്റെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണ്. അതെന്റെ വീണയാന്ന് എനിക്ക് അറിയാം. താനീ കിടന്ന് കൂണ എന്തിനാണ്? പിന്നെ എന്റെ കൂടെ കണ്ട പെണ്ണിനെ കുറിച്ചാണെങ്കിൽ അത് വീണ മതലൊന്നുമല്ല. ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. കഴിക്കാനാണോ അതോ കല്യാണം കഴിക്കാനാണോ? ഇത് കഴിക്കാനാണെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങിച്ചാ ഞാൻ കഴിക്കും. കല്യാണം കഴിക്കുന്നതാണെങ്കിൽ അത് വേണമെങ്കിൽ ഞാൻ മാറ്റി വെക്കാം. എന്താ തനിക്ക് അവളെ കെട്ടണം? ആ പറയടോ, ഞാൻ വേണേ വിട്ട്. എനിക്ക് അവളെ തന്നെ കെട്ടണം നിർബന്ധമൊന്നുമില്ല. പിന്നെ അവള് പറഞ്ഞു അവളെ കെട്ടാന്നും പറഞ്ഞ ഒരു തെണ്ടി കുറച്ച് നാൾ അവളെ പ്രേമിച്ചിറങ്ങുന്നു. വേറൊരു പൂങ്കമ്പ് കണ്ടപ്പോ ആ വായി നോക്കി ചാടി. പാവം, ആരും കെട്ടാനില്ലാന്ന് കരുതിയാ ഞാൻ ലൈഫ് കൊടുക്കാന്ന് വിചാരിച്ചു. யூத்னானது
ഒന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. ഇവിടുന്ന് ഒരു ചായ പറഞ്ഞ വൈഫായിരിക്കും, അവളൊരു ആന്റിയുടെ റൂം വരെ പോയിരിക്കുക. ഓഹോ പൊയ്ക്കോട്ടെ. എങ്കിൽ ഈ ചായ സാറ് കഴിക്കണം. എനിക്കിപ്പോ വേണ്ട. നല്ല ചായയാണ് സാർ. സാർ ഒരു VIP ഗസ്റ്റ് ആയതുകൊണ്ട് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നാണ്. കുടിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ സാർ ഈ ചായ തന്നെ ഓർഡർ ചെയ്യും. ഓഹോ എന്നാ നോക്കട്ടെ. ഷുഗർ? ഷുഗർ. താങ്ക് യു. ചുമ്മാ ഒറ്റ വലിക്ക് കേട്ടണം. കുറച്ച് ശോഭയുണ്ടാവും, പക്ഷെ വയറിന് നല്ലതാ. മിഷൻ സക്സസ്സാ? എന്ത് ചായയുടെ അയ്യോ ഇറങ്ങി പോടാ. സാറെന്താ ഇവിടെ? ഞാനൊരു ഫാമിലി മാരേജ് അറ്റൻഡ് ചെയ്യാൻ വന്നതാണ്. എന്താ മിസ്റ്റർ ലംബോദരൻ ഇവിടെ? ഒരു ചെക്ക് ആളിങ്ങോട്ടൊരു കല്യാണം കൂടാൻ പുറപ്പെട്ടെന്ന് കേട്ടു. ആരാ ആള്? ഒരു KT മാത്യു. ആളിതുവരെ എത്തിയിട്ടില്ല. ആര് പറഞ്ഞു അവൻ എത്തിയിട്ടില്ലാന്ന്? അവൻ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഉണ്ടോ? ആ എവിടെ? റൂം ഞാൻ കണ്ടുപിടിച്ച് തരാം. പക്ഷെ കൊണ്ടുപോകുന്നതിന് മുമ്പ് അവനെ എന്റെ മുമ്പിലിട്ടൊന്ന് പെരുമാറണം. ഫെർണാണ്ടസ് പറഞ്ഞതാ. നമ്മൾ തമ്മിൽ പള്ളിയിൽ കെട്ട് കഴിഞ്ഞാൽ ഉടനെ കൊടുക്കും. 2 പ്രാവശ്യമായിട്ട് എന്തൊക്കെയോ കൂടുതൽ ഓഫർ ചെയ്തിരുന്നു. ആ ടോമങ്ങൾ എന്റെ ഭാര്യയെ കയറി പിടിച്ചപ്പോ ഒരു 10ഉം പിന്നെ അങ്ങേരെ എന്റെ ചേട്ടത്ത് അടിച്ചപ്പോ ഒരു 5ഉം. ആളെ കിട്ടി 117 ചെക്കുകൾ. ഇന്ന് അവന്റെ പള്ള ഞാൻ വിളിക്കും. എവിടെ അവൻ? നിന്റെ അവൻ പോലീസ് ഇടിച്ചു കൂമ്പുകൻ. അവൻ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അയ്യോ ഇല്ല. ഞാൻ നോക്കട്ടെ. എങ്ങോട്ട് പോയവൻ? എന്താ സാർ പ്രശ്നം? കള്ളച്ചെക്ക് കൊടുത്തിട്ട് മുങ്ങി നടക്കുവൻ. പാട്ടി അയാൾ അങ്ങോട്ട് ഓടി. ഹായ് ഹായ്. അയ്യോ മോനെ നീ അപ്പോ സമയമില്ലാതെ പോലീസ് പോകാറുണ്ട്. ഒരു ആവശ്യമായിട്ട് ഓടിക്കാതെ ഇതിനകത്ത് കയറി അബ്ദുള്ളയുടെ റൂമാ. അയ്യോ മാറ്റണം. അസംബ്ലി പിരിച്ചുവിട്ടു. അയ്യോ എന്നടാ ഇതേ പോന്നു. എന്നോട് ടോമങ്കള പറഞ്ഞത് പോലീസ് മാത്തച്ഛനെ തപ്പി എത്തിയെന്ന്. காசு எடுத்து விட்டுருவாங்களா? ലവർ എங்க അവര്? அது அவங்க தான் கால். ഹലോ പ്രിൻസ് അല്ലേ? കാശ് മുഴുവൻ എന്റെ കയ്യിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് വേഗം പോണം. அவருதான் பிரின்ஸா? இவரு போய் வேற ஒருத்தர் கல்யாணம் பண்ணிப்பாங்க. കല്യാണം നടന്നില്ലെങ്കിൽ നിന്റെ അപ്പൻ ജയിലിലാവും. പോലീസ് ഇവിടെ കറങ്ങി നടക്കുക. അവൾ ഇവിടെ വന്നു മുതൽ ഇവൻ ഇവിടെ ഇരുന്ന് പിടയ്ക്ക. വീണ് ഇവിടെ ഉള്ളിടത്തോളം കാലം മനസ്സമാനായിട്ട് കേട്ട് നടക്കില്ല. എങ്ങനെയെങ്കിലും അവളെ ഇവിടെ പറഞ്ഞു വിട്ടേ പറ്റൂ. അവള് 104 നീ ഒരു കാര്യം ചെയ്. അവിടെ ചെന്ന് അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയേ. എങ്ങനെ സെറ്റിൽ ചെയ്യാനും നമ്മൾ റെഡിയാണെന്ന് പറ. 104 അവളെ. ഞാനാ ഫെലിക്സ്. എനിക്കൊന്ന് കാണണം. ആരായാലും കുറച്ച് കഴിഞ്ഞു വരൂ. ഞാൻ കുളിക്കാൻ കയറി. കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഇനി വരാൻ സമയം കിട്ടിയെന്ന് വരില്ല. എനിക്ക് പറയാനുള്ളത് കേട്ടാ മതി. നിന്നെ കണ്ട ദിവസം മുതൽ ഞാൻ ശരിക്കൊന്നും ഉറങ്ങിയിട്ടില്ല. നമ്മളമ്മ ഒരുപാട് കാലം അടുത്ത ബന്ധം ഉണ്ടായിരുന്നുള്ളതൊക്കെ ശരിയാ. നിന്നെ ഇപ്പോഴും എനിക്കിഷ്ടാ. പക്ഷെ എനിക്കിപ്പോ ഈ കല്യാണം കഴിച്ചേ പറ്റൂ. അതുകൊണ്ട് എനിക്ക് കെട്ടിന് മുമ്പത്തിന്റെ പരിപാടി ഇതാണല്ലേ? കെട്ട് കഴിഞ്ഞ എന്റെ മോളെ വീട്ടിലിട്ടിട്ട് കണ്ട അറുവാഴ്ചകളെ പലതോറും കയറി. എന്താ എടോ തെണ്ടി തന്നേ, താനും കൂടെ കേട്ടോ തന്റെ മോന്റെ എല്ലാവിലാസം.
ഈ മുറി താമസിക്കുന്ന ആ പിഴച്ച പെണ്ണിനെ കണ്ടില്ലേല് തന്റെ മോൻ ഉറക്കം വരില്ല എന്ന്. കർത്താവിന്റെ കൃപ കൊണ്ടാ ഈ ചെറ്റ് എനിക്ക് കൈയോടെ പിടിക്കാൻ കഴിഞ്ഞത്. ഇങ്ങോട്ട് വരാൻ പറഞ്ഞ ഞാൻ ഇനി ഒരു സത്യം പറയട്ടെ. എന്ത് സത്യം? എല്ലാം ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. ഇത് ഇന്ന് ഇന്നലെയും തുടങ്ങിയ ബന്ധമല്ല, ഇത് മറ്റത് ആ പ്രേമം. ഇവിടെ വായിച്ചോ. കുന്തായാലും എനിക്കൊന്നുമില്ല. അതെന്താ തനിക്ക് കുന്തല്ലാണ്ടായെന്ന് പപ്പാ ഇവരെനിക്ക് അറിയില്ല. ഇനി ഇപ്പൊ നീ അവളെ അറിയില്ല എന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. എല്ലാം പുറത്തായില്ലേ? കുറച്ച് കാശ് കൊടുത്ത് പറഞ്ഞയക്ക്. നിങ്ങൾ എന്തിനാ കുന്തം വീഞ്ഞ പോലെ നിൽക്കണ? കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആണുങ്ങൾ നോക്കിയോളാം. നിങ്ങൾ റൂമിലേക്ക് വെക്കോ. ആരും പോണില്ല, എല്ലാരും അറിയട്ടെ. അല്ല അപ്പൊ എനിക്ക് സത്യമായിട്ട് എനിക്ക് അവരെ അറിയില്ല. മതി തന്തേ മോനുമായിട്ടുള്ള കളി. രണ്ടുപേർക്ക് ഒരുമിച്ച് ഈ ബാങ്കിലാണ് അക്കൗണ്ട് അല്ലേ? താൻ ഈ മുറിയുടെ വാതൊക്കെ മുട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോ താൻ എന്താ എന്നോട് പറഞ്ഞത്? അതിനകത്ത് തന്റെ കുമ്പിള ചെയ്തില്ലേ അമ്മുമ്മയാണെന്ന്. ഇവളാണോടോ തെള്ളി തന്റെ കുമ്മടോ ചെയ്തില്ലേ അമ്മുമ്മ? ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇവനാള് പരമനാറിയാണെന്ന്. അന്ന് എല്ലാരും കൂടെ എന്നെ കുറിച്ച് കിട്ടി. നീ പോടാ, നിന്റെ ഭാര്യനെ കിട്ടാതിനെ കൊതിക്കറിവല്ലേ? ഇമ്മിണി കിട്ടും. ഞാൻ പറയണമെന്ന് കേൾക്കും. പോയത് എല്ലാത്തിന്റെയും നാക്കിയാ പിടിച്ചെടുക്കും. 10 പരുതുമായിട്ട് ഇതൊന്നും ബാക്കിയുള്ളൂ. അതെന്റെ കുറ്റ അല്ലടാ, ഇതെല്ലാം എന്റെ കുറ്റം തന്നെയാ. ഇനി ആരെന്ത് പറഞ്ഞാലും ശരി, ഈ കല്യാണം ഞാൻ നടത്തുകയില്ല. തന്നെ കിട്ടാനുള്ള തലയിലെടുത്ത് വീണയ്ക്ക. അതുകൊണ്ടാ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തീർന്നത്. താനുള്ള ആരാ? ബന്ധുക്കളാന്ന് കൂട്ടിയാൽ മതി. ഒരേ കുടുംബത്തിൽ തന്നെയാ. അതുകൊണ്ടല്ലേ ഈ കാര്യം സംസാരിക്കാനായിട്ട് ഞാൻ തന്നെ വന്നത്. കുടുംബത്തിലൊരു കുട്ടിക്ക് ഗതികേട് വന്നാ കൈവിടാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ അമ്മ ഇഷ്ടമായിരുന്നു എന്ന് പറയുന്നതൊക്കെ ശരിയാ. പക്ഷെ അവളും പറഞ്ഞിരുന്നു അച്ഛൻ സമ്മതിക്കും കല്യാണം നടത്തരുന്നൊക്കെ. അവസാനം കൈയും വീശി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കെട്ടിക്കോന്ന് പറഞ്ഞാ കെട്ടിയിട്ട് ഞാൻ അവളും കൂടി വഴി ഇറങ്ങി തണ്ടോ? തന്നെ കെട്ടിയ ഉള്ളതുകൊണ്ട് എങ്ങനെ ജീവിക്കാൻ അവൾ തയ്യാറാ? 30 ലക്ഷം അല്ലേ? ഞാൻ തരാം. എവിടുന്ന്? കുറച്ച് കാശിന്റെ പേരില് ആ കുട്ടി കഷ്ടപ്പെടുന്നത് കാണാൻ ആ വീട്ടുകാരെ ആഗ്രഹിക്കും തോന്നണില്ല. ആ കാശ് ഞാൻ വാങ്ങിച്ചു തരാം. എങ്കിൽ ഞാൻ അപ്പുറം സമ്മതിപ്പിക്കാം. താൻ വീണയായിട്ട് കണ്ട പരിഭവങ്ങളൊക്കെ പറഞ്ഞു തീർക്ക്. കല്യാണത്തിന് മുമ്പ് കാശ് തരുന്നതായിരുന്നു ഞാൻ ഏറ്റവും. നമ്മൾ തമ്മിൽ സംസാരിച്ചു എന്ന് അവൾ അറിയണ്ട. നാളെ തന്നെ അവളൊന്ന് കാണും. കഴിഞ്ഞതൊക്കെ മറന്ന് നിങ്ങൾ ഒരുമിക്കണം. എനിക്ക് താനും ഫിലിക്സും കണ്ടുമുട്ടി തീരുമാനങ്ങൾ എടുക്കുന്നതോടെ നമ്മൾ തമ്മിലുള്ള കരാറുകൾ കഴിഞ്ഞു. ആ മാല മുറിയിലുണ്ട്. ഞാൻ ആ ഫ്രെഡിയോട് സംസാരിച്ചു. ഇവിടെ താമസിക്കുന്ന കോന്തൻ അബ്ദുള്ളയുടെ കയ്യിൽ മാല കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് താൻ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. പോലീസും പട്ടാളൊക്കെ കറങ്ങി നടക്കുന്നോണ്ട് എനിക്ക് പകരം താൻ ആ മാലയും കൊണ്ടൊന്ന് പോണം. എവിടെ? ഗ്രീൻ പാർക്കിലെ. CID ആയിരിക്കോ? പിച്ചക്കാരെ വിശ്വസിക്കാൻ പറ്റില്ല. അവിടെ ഒരു ബെഞ്ച് തുറന്നു പിടിച്ച ദ ഹിന്ദു പത്രാട്ടുകൾ ഇരിപ്പുണ്ടാവും. അയാളുടെ അടുത്ത് പോയിരുന്നിട്ട് സമയം എത്രയും ചോദിക്കണം. അപ്പൊ അയാൾ പറയും ഇന്നലത്തെ സമയമായിന്ന്. അപ്പൊ താൻ പറയണം ഇന്നത്തെ സമയമായിന്ന്. എന്നാൽ ആ മാല തരാൻ മാല കൊടുക്കുമ്പോ ഒരു 35 ലക്ഷം രൂപ തരും. ഞെട്ടേണ്ട പൈസയുടെ കാര്യം കേട്ട് അതിങ്ങോട്ട് വാങ്ങിട്ട് വന്നാ മതി. താനാവുമ്പാർക്ക് സംശയം ഉണ്ടാവില്ലേ? പണ്ടാരോ പാടിക്കേട്ടൊരു പാട്ടാ. തന്റെ വർത്തമാനം കേട്ട് പുറത്തു. എങ്ങനെ കേക്കട്ടെ. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമേ ഇടറാതെ ഞാനാ കയ്യിൽ കണ്ണീരുമാ ഞാനേകനാ നീ. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കലങ്ങി തെളിയണമെന്നായിരിക്കും വിധി. എട്ടും പൊട്ടും തിരിയാതെ ഇറങ്ങി തിരിച്ചതാ. ഫെലിക്സിന്റെ മനസ്സിൽ ഞാനുണ്ട് എന്നുള്ള ഒറ്റ വിശ്വാസമായിരുന്നു എനിക്ക്. ഇപ്പൊ തരാന്ന് പറഞ്ഞ കാശ് അപ്പോഴേ തന്നിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. വെറുതെ കാശോ? ഏത് കാശ്? വീണയുടെ കസിനാ ഗോപി. അയാള് പറഞ്ഞല്ലോ കല്യാണത്തിന് മുമ്പ് കാശ് തരാം. നമ്മുടെ കല്യാണം നടത്താൻ വേണ്ടി ഗോപി കാശ് തരാന്ന് പറഞ്ഞോ? ആ എന്നെ പറ്റിക്കോ? എന്നാ പപ്പ ഉടങ്ങും കേട്ടോ. 30 ലക്ഷം നാളെ ഞാൻ പപ്പയെ വിളിച്ചോണ്ട് പള്ളിയിലേക്ക് വരാം. അതങ്ങ് പപ്പയുടെ കൊടുത്താ അപ്പൊ നമ്മുടെ കല്യാണം. ഓക്കെ? സമയത്രേ? ഇന്നലത്തെ സമയമായി. ഇന്നത്തെ സമയമായി. എന്നാ ആ മാലയും ഇതാ. പോലീസ്. Give it to me. Give it to me. No. ഞാൻ ഇപ്പൊ ഇത്
ഫാമിലിക്ക് അറിയും. നോ ഡോണ്ട് ഡു ഇറ്റ്. ഏയ് നോ. എന്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ അറിയും. അബദ്ധം കാട്ടരുത് കുട്ടി. ഇത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റൂ. அவன் தான் இந்த நெக்லஸை திருடினான்னு ப்ரூவ் பண்றதுக்கு இது எனக்கு அவசியம் இல்லை. ஒரிஜினலா உங்ககிட்ட இந்த நெக்லஸை வாங்க வேண்டிய ஃப்ரெடி இப்போ ஏன் கஸ்டடியில இருக்கான். ஃப்ரெடியோட ஒரே ஒரு வாக்கு போறோம் கோபியை ஜெயில போட. அது இன்னொரு நாட்டை சேர்ந்த ப்ராப்பர்ட்டி. நீ அதை என்கிட்ட கொடுக்கலன்னா രാജദ്രോഹ കുത്തத்துக்கு അവൻ ജീവിതം പൂരാ ജയിലിൽ இருக்க വേണ്ടി വരും. സാറിനൊന്ന് കണ്ണടിച്ചൂടെ? അയാളുടെ ജീവിതം രക്ഷപ്പെടും. സാറിനും ഇല്ല സാർ അയാളുടെ ഒരു കടപ്പാട്? ഒന്നുമില്ലെങ്കിലും സാറിന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ച ആളല്ലേ. സ്പെയിനിലെ രാജകുമാരിക്ക് എന്തിനാ സാർ ഈ ഒരു മാല? രാജാവും രാജകുമാരിയൊക്കെ ഒത്തിരി പണമുള്ളവരല്ലേ. ഇത് വിറ്റാ കിട്ടുന്ന പണം കൊണ്ട് ഒരുപാട് ജീവിതങ്ങൾ രക്ഷപ്പെടും. ഒരല്പം ദയവ് കാണിക്കണം. அவன் மேல கேஸ் போட மாட்டேன். വെറുതെ വിടോ? பொழச்சி பண்ணிக்கிறது. തീർച്ചയാണോ? എങ്കിൽ എനിക്ക് ഒരു സഹായം കൂടി ചെയ്യൂ. എന്ത് സഹായം? ഞാൻ ഈ മാല വിറ്റ കാശും കൊണ്ട് ചെല്ലുന്നതും കാത്തിരിക്കുക പാവം. ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് പണമില്ലാതെ കയ്യും വീശി ചെന്ന തകർന്നു പോവാ പാവം. എന്റെ കയ്യിലുണ്ട്. ഞാനത് മാറി ഈ മാല വിറ്റ് കിട്ടിയ കാശാണെന്ന് പറഞ്ഞ് ഗോപിക്ക് കൊടുത്തോളാം. പക്ഷേ അതെന്റെ അക്കൗണ്ടിലൂടെ മാറാൻ പറ്റൂ. സാറിന് ഇവിടെയുള്ള ഏതെങ്കിലും ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങാനായിട്ട് ഒന്ന് പരിചയപ്പെടുത്തൂ. എത്ര രൂപയുടെ ഡ്രാഫ്റ്റ്? 30 ലക്ഷം. കുട്ടിക്ക് എവിടെന്നാ ഇത്രയും പണം? എന്റെ ഒരു ആവശ്യത്തിന് അച്ഛൻ തന്നതാ. അവന് മുതലാളിയുടെ മോളും ഫോട്ടോ തന്നെ. സത്യം പറയണം. എന്തിനാണ് കൊല്ലാൻ നോക്കിയത്? എന്നെ കൊല്ലാനല്ല, തന്നെ കൊല്ലാൻ എന്നെ ഏൽപ്പിച്ചു. അതെന്റെ പോളിസിയെ ഞാൻ പറയും. നിന്റെ പോളിസി ഞാൻ എന്നെ എത്ര ഇടിച്ചാലും ഞാൻ പറയില്ല. വേണമെങ്കിൽ ഫോട്ടോ കാണിച്ചേരാ. കള്ളം പറയുന്നോടാ തെണ്ടി. നീ കൊല്ലാൻ പറഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെയാ ഈ ഫോട്ടോ ഇവന്റെ കയ്യിൽ വരുന്നത്? ഒരു ഫോട്ടോയിൽ എന്ത് കാര്യം? എന്റെ വീട്ടിൽ യേശുസിന്റെ ഫോട്ടോ ഉണ്ട് എന്ന് വിചാരിച്ച് യേശുസിനെ കൊല്ലാൻ ഏൽപ്പിച്ച ഞാനാ ഇപ്പൊ ഉത്തരമുട്ടിയാ. ഫോട്ടോ മാത്രമല്ല താൻ കാശും തന്നു. സമയം ഞാൻ കുറിച്ചിട്ടിട്ടില്ല. ഇയാള് കാശും തന്നു. എന്നിട്ട് ഇയാള് പറഞ്ഞു മാല തരുമ്പോ ബാക്കി കാശും തരാമെന്ന്. അതൊക്കെ പള്ളി പോയി പറഞ്ഞാ മതി. മാലയെ കൊണ്ടുതരാൻ പറഞ്ഞത് ഇയാളല്ലേ ഞാനാ. ഇതിന്റെയൊക്കെ സത്യം അറിയുന്നവരെ ഒരാൾ ഇവിടെ ഇറങ്ങി പോകരുത്. സാർ അതിന് അയാളാണ് കൊല്ലാൻ ഏൽപ്പിച്ചെന്നുള്ള മതിയായ തെളിവുകളൊന്നും ഇല്ലല്ലോ. അവന്റെ പേര് തന്റെ ഈ സ്ട്രോങ് ആയിട്ട് കേസിൽ ചെക്ക് കേസ്. അത് ഇയാളാണോ? താരോട് അന്വേഷിച്ചു വന്ന KT മാത്യു ഇല്ലേ, അത് ഈ തെണ്ടിയാണ്. എന്നാ ഞാൻ അവനെ വിടുന്ന പ്രശ്നമില്ല. മോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ഞാൻ മച്ചമ്പിയാ. നിന്റെ അമ്മയുടെ കാശാ. എന്റെ അമ്മ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് എനിക്ക് അവകാശപ്പെട്ടതാ. ഞാൻ തരില്ല. സെന്റിമെന്റ്സുകൾ என்னடா பண்றான் அவன்? என்னடா இது? നീ ഇവിടെ ഇരിക്കണം. പിന്നെ അവന്മാർ തട്ടിക്കൊണ്ടു പോയത് ആരാണ്? പ്രിൻസ് ഇതേ വഴി തെറ്റിന്ന് തോന്നണേ. വഴി പിഴച്ചു. അതൊക്കെ ഞാൻ തരാത്. പള്ളി പെരുന്നാൾക്ക് വെക്കണ കളിത്തോക്കല്ല ഇത്. കാണുന്ന പവറ്. எதுடா அவ்வளோ பெரிய கேக்கு? ஐயோ என்னடா அவனுங்க? കാശും തന്ന് കല്യാണം നടത്താതെ ഒരെണ്ണത്തിനും ഞാൻ വിടില്ല. എല്ലാം കല്യാണം.
താൻ പോയപ്പോൾ എനിക്ക് അറിയായിരുന്നു ഇത് കൊളാവുന്നു. തന്നെ പറഞ്ഞു വെച്ചാൽ എന്നെ ചെരുപ്പൂരി അടിക്കണം. ആ ഫ്രെഡി വിളിച്ചിട്ടാണെങ്കിൽ കിട്ടണില്ല. 35 പറഞ്ഞിട്ട് 30 കൊടുത്തു വിട്ടിരിക്കുക. 5 വെറുതെ കളഞ്ഞില്ലേ? അയ്യോ കിട്ടിയതെങ്കിലും കിട്ടി നിങ്ങൾ കരുതിയ പോരെ. അല്ല തന്റെ കാര്യം എന്തായി? എന്തായിടോ? എന്താവാൻ? കണ്ടു, മിണ്ടി, കെട്ടുറപ്പിച്ചു. നാളെ കാലത്ത് ഇവിടുത്തെ പള്ളിയിൽ വെച്ച് അച്ഛനെ കണ്ട് സംസാരിക്കാൻ പോയിരിക്കുക ഫെലിക്സ്. അപ്പോ നമ്മൾ ഇനി എപ്പോഴേക്കാ കാണുക? താൻ എവിടെ ഉണ്ടാവും എനിക്കറിയില്ല. ഞാനുണ്ടാവും എൻ്റെ തറവാട്ടിൽ. എപ്പോഴെങ്കിലും കാണാൻ തോന്നിയാ കെട്ടിയവനെയും കുട്ടികളൊക്കെ വാരിക്കുട്ടി അങ്ങോട്ട് വന്നാൽ മതി. ഗുഡ് ബൈ. குட் பை. சொல்றாரா? இப்போ உங்ககிட்ட நிறைய பணம் இருக்கு, இஷ்டம் போல வாழலாம். அதை பத்தி சொன்னப்பதான் ஒரு விஷயம் கேட்கணும். ஒருவேளை உனக்கு தெரியும், இதுக்கு என்ன மதிப்பு இருக்கும்? பொய்ஸ்வரம் உங்களோட தான். அதனாலதான் இப்படி ஒரு பொண்ணு உனக்கு கிடைச்சிருக்கா. அவளோட பெரிய மனசு உன்னை காப்பாத்திச்சு, அவ்வளவுதான். எல்லாம் முடிஞ்சு போயிட்டாங்களே. உங்களுக்கு தெரியாதா? தெரியாதுடா. அந்த பொண்ணு செக் வச்சுதானே. அது இல்ல மேரேஜ் இது. அதுவும் சொல்லல. താനാരാ? എന്റെ അപ്പനാ? കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി എന്നെ കെട്ടിച്ചയക്കാൻ. ഫെലിക്സ് വരില്ല. ഇല്ലാത്ത സ്നേഹം താൻ എനിക്ക് പണം കൊടുത്ത് വാങ്ങിത്തരാൻ നോക്കിയതല്ലേ? എന്നോട് ഒരുപാട് ഇഷ്ടമുണ്ടല്ലേ? അതുകൊണ്ടല്ലേ സ്വന്തം ആവശ്യങ്ങളൊക്കെ മറന്ന് ആ കാശ് കൊണ്ട് എന്നെ സന്തോഷിപ്പിക്കാൻ നോക്കിയത്? ഒന്ന് ഇന്നേ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സത്യം പറഞ്ഞോട്ടെ. എന്താ? ഞാൻ എൻ്റെ ഒരു സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? എല്ലാം തിരിച്ചു പിടിച്ച് വിതച്ച് കൊയ്ത് ഒരു വീടൊക്കെ വെച്ച് ഒരു പെണ്ണൊക്കെ കെട്ടി. ഐശ്വര്യ റോയെ പോലെ. അതാ അത് തന്നെ കണ്ട എനിക്കിപ്പോ ഐശ്വര്യ റോയെ പോലെ തോന്നുക. കുഴപ്പമായോ? അയ്യോ ശരിക്കും പ്രോമിസ്. ഒരു കാതിലൂടെ ഞാൻ കണ്ടില്ല ஆக வெட்டம் வெளிச்சமா ஒளி ஒளி பார்த்துட்டோம். எனக்கு ஹீரோயின் ஆக்டிங் ரொம்ப பிடிச்சிருந்தது. இல்லை அவங்க சட்டிலாக இருந்தது. எனக்கு ஹீரோயின் பிடிச்சிருந்தது. நான் அதை சொன்னேன். படத்தில் ஒரு ஹோல்டுனா வந்து ஹீரோயின் தான். அங்கங்கே வந்து நல்லா ரிஃப்ரெஷ் பண்ணிட்டு போகிறாங்க. அண்ட் செகண்ட் ஹாஃப் தான் கொஞ்சம் ஹோட்டல் ரொம்ப கன்ஃபியூஸ் ஆயிடுச்சு. திலீப் அண்ட் அவங்களோட போர்ஷன்ஸ் ஸ்டார்டிங்கில் அந்த இன்டர்வல் வரைக்கும் ஓகே. செகண்ட் ஹாஃபில் தான் கதை எங்கேயோ போன மாதிரி இருக்கு. அந்த கதை ஓடும்போது டக்குன்னு திலீப் இவங்க கதை வரும்போது கொஞ்சம் இன்ட்ரெஸ்ட் ஆகுது. மறுபடியும் அந்த இது போதா அது கொஞ்சம் லைட்டாக இல்லை. அது எல்லாரோட ஸ்டோரியும் காட்டி ரொம்ப கன்ஃபியூஷனாக இவங்களோட ஸ்டோரியை வச்சிருக்கலாம். அந்த போயிட்டு பேசிட்டு அதுக்கப்புறம் இவங்க ஸ்டோரி வந்து நல்லா இருந்துச்சு. எங்கெங்க வந்து எல்லாரும் சூப்பராக இருந்துச்சு. அது கொஞ்சம் கேரக்டர் நிறைய வச்சுட்டு கொஞ்சம் நம்மளுக்கே கொஞ்சம் கன்ஃபியூஸ். யார் என்னன்னே தெரியல. திடீர்னு வந்து பார்த்தா மாலன் ஒவ்வொருத்தருக்கும் சொல்லியிருந்தாங்க. பட் அந்த ஹோட்டல் சீன்ஸ்ல அவ்வளோ நேரம் அங்கேயே காணும். கொஞ்ச நேரத்துக்கு மணி வேற அவர் வேற பீரோவில் பூட்டி விட்டாங்க. ஆனால் ஓகே கிளைமேக்ஸ் ஓகே எப்படியோ நமக்கு தெரியும் இவங்க 2 பேர் தான் கடைசியில்
இல்லை அதான் கமெண்ட்ல சொல்லியிருந்தாங்க. இந்த கமெண்ட்ல இல்லை, தனியாக ஒருத்தர் சொல்லி இந்த மாதிரி நாங்கள் பழைய படம்லாம் எங்களுக்கு நொஸ்டாலஜிக் ஃபீலிங் இருக்கும், ஸோ உங்கள் கூட சேர்ந்து பாருங்க. நடுவில் 2-3 ரெஃபரன்ஸ் ஏதோ இருந்தது போல, உங்களுக்கு ஒன்றுமே சேடி மூசா இருந்துச்சு. அதனால வந்து அது இல்லாமல் இவங்க போர்ஷனோட வந்துட்டு இவங்க போர்ஷன் எங்கே வந்து நல்லா இருந்துச்சு. அந்த விக்ரம் அனுஷ்கா படம் ஒன்று இருக்கும் இல்லையா, விக்ரம் கூட பிளைண்ட் ஆயிடுவாரு, ஃப்ளாஷ்பேக் சீன் வந்து சூப்பராக இருக்கும். நம்ம யோசிப்போம் அந்த ஃப்ளாஷ்பேக்கே வச்சிருக்காமடா படம் அப்படின்னு. ஆனால் அது ஒன்றே ஒன்று மட்டும் எனக்கு ரொம்ப என்னன்னா, அந்த பொண்ணு ஏதோ ஒரு ஸ்டேஷனில் இறங்குச்சு, ஆனால் அது அவரோட சொந்த பார்த்தாங்க அவங்க சொந்தக்காரனாங்க. எங்கேன்றா வராங்க போட்டு தர்மடி அடிக்கிறாங்க, போட்டு பார்த்தா அண்ணன்றாங்க. அங்கே தங்கச்சி கல்யாணம் பண்ணி வச்சாரா வந்துச்சு இல்லை 30 லட்ச ரூபா போயிட்டு சீன் வந்து கொஞ்சம் இதுவாக இருந்துச்சு. ஆமாம், ஷாக்கிங்காக இருந்துச்சு. வயசானவராக வச்சுக்கிட்டு அவங்க குடும்பமே அது ஒன்று. அதே மாதிரி என்னன்னா வெற்றி சொன்ன மாதிரி தான் மைசூர் போயிட்டாங்க, ஒரு வெயிட்டர் கூட இதில் பேசவே இல்லை, எல்லாரும் மலையாளத்திலே பேசினுங்கிறாங்க. ஊரே மலையாளத்தில். ஆனால் ஒரு சர்ச்சு ஆள் மட்டும் தமிழில் பேசினா, கன்னடாவே வருவாங்க. ஆனால் கேஏ மட்டும் போட்டுருந்தாங்கடா காரில். கடைசியில் அந்த கிளைமேக்ஸில் அந்த ஃபைட்டு சீன் வந்து கொஞ்சம் சிரிப்பாக இருந்தது. என்னன்னா கொஞ்சம் ஆல்ரெடி வந்து அதர் லாங்குவேஜ் ப்ளஸ் வந்து ஏகப்பட்ட கேரக்டர் ஏதோ ஒன்று பயங்கரமாக நடக்குதுன்னு தெரியுது. ஆனால் அதுக்கு என்ன தெரியல, அந்த ஃபோட்டோ மாறுறதுலாம் எனக்கு தெரியல. அது இன்னொரு அடி பார்த்தா புரியுமான்னு தெரியல. திலீப்போட அண்ணன் அதுவும் அதெல்லாம் கொஞ்சம் கன்ஃபியூஸாக இருந்துச்சு. என்னன்னா அந்த மாப்பிள்ளை வீட்டு சைடை வந்து ஈவலாக கட்டணும், அதுக்காக இவ்வளோ வந்து ஒன்னே ஒன்று அந்த ஹீரோயினுக்காக பார்க்கலாம் இன்னொரு வாட்டி. ஆமாம், ஹீரோயினுக்காக மற்றபடி அவங்களோட ஆக்டிங் வந்து அந்த இடத்துல அப்படியே க்யூட்டாக. அவங்க என்ன அவங்க ஹிந்தி ஆக்டர்ஸா? ஆனால் நல்லா பண்ணியிருந்தாங்க. ஒன் லைனரில் சொல்லணும்னா படம் வந்து காமெடி ஃபிலிம். ஆனால் சொல்லணும்னு நினச்சினேன், அதில் ஸ்க்ரூ பால் காமெடி ஃபிலிம். ஸ்க்ரூ பால் என்ன படம் என்னன்னா காமெடியாக இருக்குது, பட் ஆனால் என்னன்னா ஆல் ஆஃப் அ சடன் நிறைய கேரக்டர் வந்ததுனால ரொம்ப ஜம்பிள்டு கன்ஃபியூஷன்ஸு. தட்ஸ் டூ மச் ஆஃப் இன்ஃபர்மேஷன் இன் 30 செகண்ட்ஸா. ஸோ அந்த மாதிரி ஐடிஷை தவிர்த்து கடைசியில் வந்து கிளைமேக்ஸ் வந்து அந்த தமிழ் ஃபிலிம் கிளைமேக்ஸ் வந்து ஒரு காமெடியாக முடிச்சு அந்த அந்த போலீஸ் வந்தாங்க, அது நல்லா இருந்துச்சு. பட் ஆனால் அந்த ஹோட்டல் சீனில் நிறைய கன்ஃபியூஷன்ஸ், மேபி உட்காந்து ஃப்ரேம் பை ஃப்ரேம் பார்க்கணும் போல. ஸோ வெட்டம் ஒரு வேளை பார்த்துட்டோம். ஸோ வந்து இனிமேல் நம்ம மிஸ் பண்ணுவோம். என்ன மிஸ் பண்ணுவோம்னா அந்த கமெண்ட் பண்ணுவோம், இனிமேல் வராது. இன்னும் நம்ம ஒன்றே ஒன்று நம்ம தாண்ட வேண்டியது இருக்குது. அதை மட்டும் நம்ம முடிச்சிட்டோம்னா நம்ம ஃப்ரீ பேர்ட்ஸ். அது தாண்டறது கையில் தான் இருக்குது. ஆமாம். ஸோ சஜஷன் சொல்லணுமா? ஸோ இந்த வாரம் எங்களோட சஜஷன் பார்த்தீங்கன்னா இந்த மூவி வந்து மேபி தெரிஞ்சிருக்கும் உங்களுக்கு. ஸோ ஆமாம், ஆண்டவர் மூவி. ஸோ அதுவும் என்ன ஒரு காமிக்கல் மாதிரி தான் இருக்கும். அந்த சில கேரக்டர்ஸ் நிறைய கேரக்டர்ஸ் இருக்கும், ஒரு வெட்டிங் சம்மந்தமான ஒரு விஷயந்தான். ஸோ இந்த வாரம் என்னோட சஜஷன் பார்த்தீங்கன்னா ஆக்சுவலி அது இவங்க எதாச்சும் மீட் பண்ணி தானே லவர்ஸ் ஆனாங்க, அதுலேயும் அதே மாதிரி தான் இருக்கும். ஸோ எங்களோட சஜஷன் வந்து கமல்ஹாசனோட பம்பல் கே சம்பந்தம், ஆல்சோ நோன் அஸ் பம்பல் சம்பந்தம். சூப்பராக இருக்கும் படம், பாருங்க. ஃபுல் என்டர்டெய்னராக இருக்கும், ஃபுல் என்டர்டெய்னராக இருக்கும். ஓகே கைஸ், ஸோ நம்ம இன்னொரு வீடியோவில் ஒரு நல்ல படம் வந்து ரியாக்ட் பண்ணுவோம். அண்டில் திஸ் 80 வெற்றி சைனிங் ஆஃப். அண்ட் வந்து இன்ஸ்டாகிராம் ஃபாலோ பண்ணிடுங்க, உங்களுக்கு வேணும்னா பண்ணுங்க, அவ்வளோதான்.